ഉണ്ടെങ്കിൽ ഇത് അല്ലെ, ചില ആളുകൾക്ക് ഒരു വസ്തുവിനോടായിരിക്കും അറ്റാച്ച്മെന്റ് അല്ലേ. ഞാൻ ഇന്ന ഇല്ലേ, ഞാനിപ്പോ പറയണ ഞാൻ ഈ ബോട്ടിലേ വെള്ളം കുടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അറ്റാച്ച്മെന്റ് ആണ് അല്ലേ. ഞാൻ ഇവിടെ ഇരുന്നേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ റൂമിനോട് അറ്റാച്ച്ഡ് ആണ് അല്ലേ. ഇന്ന റൂമിൽ എന്റെ ഈ ബെഡിലേ ഞാൻ കിടക്കുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ചില വ്യക്തികളോട് അവരുണ്ടെങ്കിൽ അല്ലെ, കുട്ടികൾ ചില കുട്ടികൾ പറയാറുണ്ട്, ആ മിസ് അല്ലെങ്കിൽ ആ മാം ഉണ്ടെങ്കിലേ ഞാൻ ക്ലാസ്സിൽ പോവുള്ളൂ, അല്ലെങ്കിൽ എന്റെ ആ കൂട്ടുകാരി വന്നെങ്കിലേ ഞാൻ ക്ലാസ്സിൽ പോകുന്നുള്ളൂ, ഇന്ന് എന്റെ കൂട്ടുകാരി വരുന്നില്ല, ഞാൻ ക്ലാസ്സിൽ പോകുന്നില്ല. എന്റെ മദർ ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, എന്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിലേ എനിക്ക് പറ്റുള്ളൂ, എന്റെ വൈഫ് ഉണ്ടെങ്കിലേ എനിക്ക് പറ്റുള്ളൂ, എന്റെ വൈഫ് തന്നെ എനിക്ക് ഈ ഒരു കാര്യം ചെയ്തു തരണം, എന്റെ ഹസ്ബൻഡ് എനിക്ക് ഇന്നതെല്ലാം ചെയ്തു തരണം, അല്ലെങ്കിൽ ഇന്നെ പോലെ എന്റെ കൂടെ ഉണ്ടാവണം അല്ലെ, എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോവാൻ ഒരാൾ കൂട്ട് വേണം അല്ലെ. അവിടെ ഡിപ്പെൻഡിങ് ആണ് നമ്മൾ അല്ലെ. കൂടുതൽ എത്രമാത്രം കൂടുതൽ നമ്മള് അറ്റാച്ച്മെന്റിലേക്ക് പോകുന്നു അത്രമാത്രം നമ്മൾ അവരുമായിട്ട് ഇങ്ങനെ ക്ലിങ് ചെയ്ത് പറ്റി പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ഈട്ടിൽ കണ്ണിയൊക്കെ കണ്ടിട്ടില്ലേ, ആ മരത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് അല്ലെ കയറുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നെന്ന് വെച്ചാൽ ഇവരുടെ ഗ്രോത്തിനെ നമ്മൾ തടസ്സപ്പെടുത്തുകയാണ് അല്ലെ. പലതരത്തിൽ മുന്നോട്ട് പോവേണ്ട ആളുകളെ ഇപ്പൊ ഈ ഹസ്ബൻഡ് പറഞ്ഞില്ലേ, നമ്മളൊരു സ്റ്റോറി പറഞ്ഞു അല്ലെ, ഹസ്ബൻഡിന് ഒരു ഫ്രീഡം കൊടുക്കാതെ എന്തിനും ഏതിനും എപ്പോഴും വിളിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ തിരക്കുമ്പോ ഈവൻ വാഷ്റൂമിൽ പോകുമ്പോ പോലും കൂടെ നിൽക്കുന്ന ആ വൈഫ് എന്ന് പറയുന്നത് ഒരു സ്നേഹമാണോ? അത് യഥാർത്ഥത്തിലുള്ള സ്നേഹമാണോ? നമ്മൾ പറയും ഓ അത്രമാത്രം സ്നേഹമാണ്, യഥാർത്ഥത്തിൽ അത് സ്നേഹമാണോ? സ്നേഹമാണോ? അല്ല. അത് വല്ലാത്തൊരു സ്ട്രഗ്ലിങ് ഉണ്ടാക്കുന്നുണ്ട് മറ്റുള്ളവരിൽ അല്ലെ. വല്ലാത്ത ഒരു മുന്നോട്ട് പോകാനും വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തിനും ഏതിനും ഒരാളിങ്ങനെ നമ്മുടെ കൂടെ നമ്മളെ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ബ്രെയിനിന് ഒരു ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആക്ഷൻ എടുക്കാനുള്ള നമ്മുടേതായിട്ടുള്ള കഴിവുകള് ഉപയോഗിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. എല്ലാത്തിനും യെസ്, അതൊരു ശല്യം തന്നെയാണ്. ആദ്യമൊക്കെ ഇപ്പൊ നമ്മുടെ ഈ ഹസ്ബൻഡ് പറഞ്ഞതുപോലെ ആദ്യമൊക്കെ അത് രസമാണ് അല്ലെ. ഹണിമൂണിന്റെ ടൈമിൽ ഇങ്ങനെ എല്ലാത്തിനും ടേക്ക് കെയർ ചെയ്തുകൊണ്ട് എപ്പോഴും സംസാരിച്ചൊക്കെ ഇരിക്കുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരും തന്നെയാണ് ആദ്യഘട്ടങ്ങളിൽ എല്ലാവരും. പിന്നീട് നമ്മൾ അവരുടേതായിട്ടുള്ള കൂടെ ഇരുന്നു കൊണ്ട് അവരുടേതായിട്ടുള്ള ഫ്രീ സ്പേസ് കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് പഠിക്കുന്നു അല്ലെ. അവരും ഉണ്ട് നമ്മളും ഉണ്ട്, നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുന്നു, അവരവരുടെ കാര്യം ചെയ്യുന്നു. ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുക അല്ലെ. അപ്പോ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോ, ഇതുപോലെ നമ്മൾ കൂടുതലായിട്ട് മറ്റുള്ളവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോ അല്ലെങ്കിൽ അവരുടെ കാര്യത്തില് എല്ലാം പ്രയാസപ്പെടുത്തുന്ന സമയത്ത് അവരെങ്ങനെ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം, അല്ലെങ്കിൽ അവരെന്റെ കൂടെ ഇന്നതിനൊക്കെ എനിക്ക് ഈ ആള് വേണം, ഈ വ്യക്തി വേണം, ഈ പ്ലേസ് വേണം, ഈ തിങ്സ് വേണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് റെക്കോർഡ് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റെക്കോർഡ് അവൈലബിൾ ആവും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് മുന്നോട്ട് പോകാൻ പറ്റാത്ത അല്ലെ, കാലുകൾ ബന്ധിച്ച പോലെ അല്ലെ, അല്ലെങ്കിൽ കൈകൾ ബന്ധിച്ച പോലെ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ തടസ്സപ്പെടുത്തുന്നത് പോലെ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഈ ഒരു ഓവർ അറ്റാച്ച്മെന്റ് എന്നുള്ള ഒരു സംഭവം കടന്നു പോകുന്നത് അല്ലെ. പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെ, ഒരു വ്യക്തിക്ക് അവരെ തന്നെ നഷ്ടപ്പെടുത്തി കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ചാനലിന്റെയോ EFT ഗുരു എന്നുള്ള ചാനലുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ EFT ഗുരു എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട്. നമുക്ക് അതിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ആ ഒരു ബന്ധങ്ങളില് നമുക്ക് അവർക്ക് സ്പേസ് കൊടുത്തുകൊണ്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതിന് പറ്റാത്ത അവസ്ഥയാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്തിനോടെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടോ? ഫ്രീ ആയിട്ട് പറയും. അറ്റാച്ച്മെന്റ് ഉണ്ടോ? യെസ്, ഞാൻ പറയും എനിക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട്.
എന്റെ കുട്ടികളോട് ഞാൻ വളരെയധികം അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. വളരെയധികം അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ആളാണ്. ഇപ്പോഴും നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെ, അത്രമാത്രം ഇല്ല. എന്നാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അവരെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ആ അറ്റാച്ച്മെന്റിൽ നിന്ന് നമ്മൾ മാറിയിട്ടുണ്ട്. യെസ്, മക്കളോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും ഒരുപാട്. നമ്മൾ പറയാറുണ്ട് അല്ലെ, ടു മച്ച് ഇസ് ടു ബാഡ് എന്നാ പറയും. ഒരുപാട് നമ്മൾ എന്തിലേക്ക് പോകുന്നോ അത് നമുക്ക് മോശമാണ് ഉണ്ടാക്കുക അല്ലെ. നമ്മൾ പല റിലേഷൻഷിപ്പിലും നമ്മൾ അറ്റാച്ച്മെന്റ് സൂക്ഷിക്കുന്നുണ്ട്. ഒരുപാട് അറ്റാച്ച്മെന്റുകളെ സൂക്ഷിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഉള്ള ആളുകളാണ് നമ്മളിൽ പലരും അല്ലെ. ഹസ്ബൻഡ്, ചിൽഡ്രൻ അല്ലെ. നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓ, സിസ്റ്ററിനോട് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഓ, ഓക്കെ. അപ്പൊ നമ്മള് ഒരാള് എന്റെ കൂടെ ഉണ്ടെങ്കിൽ, അപ്പൊ അല്ലേ, ഇയാൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അല്ലെങ്കിൽ ഇയാൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ, അവരെന്നോട് നന്നായിട്ട് സംസാരിച്ചാല്, അവരെനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നാല്, അവര് ഹാപ്പി ആണെങ്കില്, അല്ലേ, ഞാൻ ഹാപ്പിയാണ്. എന്നാല് അവരെന്നോട് മോശമായി സംസാരിച്ചു, അവരെന്നോട് അവര് വിഷമിക്കുന്നു, അവര് സഫർ ചെയ്യുന്നു, ആ സമയത്ത് നമ്മളും സഫർ ചെയ്യുന്നു അല്ലേ. ഇതാണ് അറ്റാച്ച്മെന്റ്. ഹസ്ബൻഡ് ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. ഹസ്ബൻഡിന് എന്തെങ്കിലും വിഷമമുണ്ട്, എനിക്കും വിഷമമുണ്ട്. കുഞ്ഞുങ്ങൾ എന്തെങ്കിലും സഫർ ഇല്ലേ, മക്കളുടെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് നമ്മൾ വേദനിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് എന്തെങ്കിലും ഒരു ഇല്ലേ മുട്ടുസൂചിയോളം അവർക്ക് ഉണ്ടെങ്കിൽ അതിനേക്കാളും എത്രയോ ഇരട്ടിയായിട്ട് നമ്മൾ ആ വേദന ഉള്ളിക്കൊണ്ട് നടക്കും അല്ലെ. അവരെ ഓർത്തിട്ട്, ഹസ്ബൻഡിനെ കുറിച്ചാണ്, മക്കളെ കുറിച്ചിട്ടാണ്, വൈഫിനെ കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ച് ഓർത്തിട്ട് ഇല്ലാത്ത കഥകൾ ഇല്ലേ, അത് അവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അവർക്ക് എന്തെങ്കിലും പറ്റോ, എന്താകും ഇല്ലേ, ഈ ഒരു ചിന്തകൾ നമ്മുടെ ഈ അറ്റാച്ച്മെന്റിൽ നിന്ന് വരുന്നതാണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് ഇല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റാച്ച്ഡ് ആണ്. ആ മക്കളുടെ പഠനത്തെ കുറിച്ച്, പഠിക്കോ, ജയിക്കോ, ജോലി കിട്ടുവോ ഇല്ലേ, ഇങ്ങനെയൊക്കെ, ഇതൊക്കെ ഈ അറ്റാച്ച്മെന്റിൽ നിന്ന് വരുന്നതാണ്. അപ്പോ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് സ്നേഹമാണോ? ആണോ? അറ്റാച്ച്മെന്റ് ആണോ സ്നേഹം? അറ്റാച്ച്മെന്റ് സ്നേഹമാണോ? യെസ് ഓർ നോ? അല്ല. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും സ്നേഹമല്ല. അവിടെയാണ് ഇപ്പൊ അവര് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ, മക്കള് പഠിക്കുമെന്ന് അല്ലെ, ഒരു ടെൻഷനാണ്. മക്കൾ പഠിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കുറഞ്ഞാല് നമ്മൾ അൺഹാപ്പി ആണ് അല്ലേ, നമ്മള് ഇറിറ്റബിൾ ആകും അല്ലേ, നമ്മൾ ഇറിറ്റബിൾ ആകും, നമ്മൾ ഷൗട്ട് ചെയ്യും. അവർ കൂടുതൽ അവരും ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആവും അല്ലെ. അപ്പൊ ഈ അറ്റാച്ച്മെന്റ് കൊണ്ട് നമുക്ക് വലിയ നന്മയൊന്നും ലഭിക്കണില്ല അല്ലെ, നന്മ കിട്ടണില്ല അല്ലെ. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പിക്കിൽ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് റിയലി ഹേർട്ടിങ്, നമ്മളെ വേദനിപ്പിക്കുന്ന, നമുക്കും മറ്റുള്ളവർക്കും എപ്പോഴും അശാന്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ബുദ്ധ പറയുന്നുണ്ട്, ദ റൂട്ട് ഓഫ് ഓൾ സഫറിങ് ഈസ് അറ്റാച്ച്മെന്റ്. എല്ലാ സഹനത്തിന്റെയും, എല്ലാ സഫറിങ്ങിന്റെയും റൂട്ട് എന്ന് പറയുന്നത്, അടിവേരെന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ് ആണ്. നിങ്ങൾ ഇപ്പോഴൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള വിഷമമുണ്ടോ, പ്രയാസമുണ്ടോ? അതിന്റെ പിന്നിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഒരു റിലേഷൻഷിപ്പില് ഒരാൾക്ക് തേപ്പ് കിട്ടി നോക്കുക, അവരുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായത് കൊണ്ടാണ് അല്ലേ. നമ്മളെ ഒരു സമയത്ത് അവർക്ക് ഇഷ്ടമായിരുന്നു, അവർക്ക് അത് ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് വിഡ്രോ ചെയ്ത് പോവാനുള്ള ഫ്രീഡം അവർക്കുണ്ട്. അവരെ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ കയറിട്ട് പിടിച്ച് നമ്മുടെ ഉള്ളില് സൂക്ഷിച്ച് നമ്മൾ ആ വേദന സഹിക്കുകയാണ്. നമുക്ക് ആ അറ്റാച്ച്മെന്റിൽ നിന്ന് മാറാൻ സാധിക്കുന്നില്ല ഇല്ലേ. ഇപ്പൊ നമ്മുടെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വഴക്ക് പറഞ്ഞു, അമ്മായിയമ്മ പറഞ്ഞല്ലേ, 10 വർഷം 20 വർഷം മുമ്പ് പറഞ്ഞൊരു കാര്യമാവാം ഇല്ലേ, അത് കഴിഞ്ഞു. അവർക്ക് അവരുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ലെവലിൽ ബിഹേവ് ചെയ്യാനുള്ള അതുണ്ട്. കാരണം അത് നമ്മളെ ബാധിക്കുന്നില്ല. അതിപ്പോഴും
അറ്റാച്ച് ചെയ്തുകൊണ്ട് കൊണ്ട് നടക്കുന്നത് ആരാണ്? നമ്മുടെ കൂടെ ഇങ്ങനെ നൂലിട്ട് കെട്ടി 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 ചുറ്റി വരിഞ്ഞിരിക്കുന്നത് നമ്മൾ തന്നെയാണ്, അല്ലേ? ഇനി വേറെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ നിങ്ങൾ എന്താണോ വേദനിക്കുന്നത്, എന്തിനെ കുറിച്ചാണോ വേദനിക്കുന്നത്, എന്തിനെ കൊണ്ടാണോ സ്ട്രഗിൾ ചെയ്യുന്നത്, അതിന്റെ പിറകിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. വേറൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ കൺജോയിന്റ് ട്വിൻസിനെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ സയാമീസ് ഇരട്ടകള്. നമ്മുടെ ഒരു സൈനുദ്ദീന്റെയും മണിപിള്ള രാജുവിന്റെ ഒരു സിനിമ ഉണ്ടല്ലേ, സയാമീസ് ഇരട്ടകൾ എന്ന് പറഞ്ഞാൽ, കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, പക്ഷെ ഞാൻ അതിന്റെ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. അതെന്താ, സിനിമ കണ്ടിട്ടില്ല. പക്ഷെ അതാണ് സയാമീസ് ഇരട്ടകൾ അല്ലെ, ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഇരിക്കും അല്ലെ. ചിലർക്ക് അതിവിടെ തലയുടെ ഭാഗമായിരിക്കും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുക. രണ്ട് തലയുണ്ടാവും, പക്ഷെ ഇങ്ങനെ ജോയിന്റ് ആയിരിക്കും. ചിലർക്ക് ഇങ്ങനെ ചെസ്റ്റിന്റെ ഭാഗം, നെക്കിന്റെ ഭാഗം, ഈ ഇവിടെ ഒട്ടിപ്പിടിച്ച ആളുകൾ ഉണ്ടാവും, ഈ ഹിപ്പ് ഒട്ടിപ്പിടിച്ച ആളുകൾ ഇല്ലേ. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ യഥാർത്ഥത്തില് ഇവര് രണ്ട് ബോഡി ആണെങ്കിലും, അല്ലെങ്കിൽ രണ്ട് ഇത് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് കുറെ നമ്മൾ വിചാരിക്കും ഒരേ ഐഡിയകളായിരിക്കും, ഒരേ കാര്യങ്ങളായിരിക്കും. ഈവൻ ഡിഫറെന്റ് ആയിട്ടുള്ള കൺജോയിന്റ് അല്ലാത്ത ട്വിൻസ് അല്ലെ, സെപ്പറേറ്റഡ് ആയിട്ടുള്ള ട്വിൻസിന് പോലും പല കാര്യങ്ങൾക്കും അവർക്ക് യൂണിറ്റി ഉണ്ടാവും. അല്ലെ, അവർക്ക് പല കാര്യങ്ങളും അവർക്ക് ഇമോഷൻ വരുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു സെയിം, പക്ഷെ ഹെട്രോജനസ് ഉണ്ട് അല്ലെ, ഹോമോജനസ് ഹെട്രോജനസ്, ഒരേപോലെ ഐഡന്റിക്കൽ ട്വിൻസ് ഉണ്ട് അല്ലെ, ഒരേപോലെ കാണാനുണ്ട്, ഡിഫറെന്റ് ആയിട്ട് കാണാനുള്ള ആളുകൾക്കാണെങ്കിലും ഡിഫറെന്റ് രൂപമുള്ള ആളുകൾക്ക് പോലും പല സ്വഭാവത്തിലും അവരുടെ സെയിം ആണ്. ഇവൾക്ക് ഇമോഷൻ വരുമ്പോ അവർക്കും വരും. അങ്ങനെയൊക്കെയുള്ള കുറേ സിമിലാരിറ്റീസുകൾ നമ്മൾ കാണാറുണ്ട് ഈ ട്വിൻസിൽ. എന്നാൽ ഈ കൺജോയിന്റ് ട്വിൻസ് എന്ന് പറയുന്ന ട്വിൻസിന് അവരിലും ഇല്ലെ, അവര് ഇപ്പൊ രണ്ട് ട്വിൻസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം, ഒരാൾ എഞ്ചിനീയറിംഗിനാണ് പോകുന്നെങ്കിൽ നല്ല രസമാണ് ട്വിൻസ് അല്ലെ, ട്വിൻസുകളെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് എങ്ങനെ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗിനാണ് ഒരു ആൾ പോകുന്നെങ്കിൽ മറ്റൊരാൾ ഒരു പക്ഷെ വേറൊരു BSc നഴ്സിംഗിന് പോവാം, അല്ലെങ്കിൽ വേറെ ടീച്ചറായിട്ട് പോവാം. ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ കാണാറുണ്ട്. എന്നാല് LKG മുതൽ അങ്ങേ അറ്റം വരെ ഒരേ ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകളും കാണാറുണ്ട് അല്ലെ. പിന്നെ രസകരമായിട്ടുള്ള നമ്മൾ കാണാറുണ്ട് ട്വിൻസുകൾ അല്ലെ, ട്വിൻസിനെ തന്നെ മാരേജ് ചെയ്യുന്നതൊക്കെ കാണാറുണ്ട്. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലാതെ ഈ കൺജോയിന്റ് ട്വിൻസിലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ ട്വിൻസിന്റെ ഉള്ളില് പല ഇതാണ്. ഇവള് ചിന്തിക്കുകയാണ് എനിക്ക് എഞ്ചിനീയറിംഗിന് പോകണം, റിയൽ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. എഞ്ചിനീയറിംഗിന് ആണ് ഇവർക്ക് പഠിക്കാൻ ഇഷ്ടമെങ്കിൽ മറ്റവർക്ക് അതായിരിക്കില്ല. അതുപോലെ തന്നെയാണ് ഇവർക്ക് വരയ്ക്കാനാണ് ഒരു സമയത്ത് ഇഷ്ടപ്പെടുന്നെങ്കിൽ അവരുടെ ഹോബി പാട്ട് പഠിക്കാനായിരിക്കും. പലതരത്തിലുള്ള പ്രശ്നങ്ങള് വ്യത്യാസങ്ങള് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവർ ഈ ഒരു ട്വിൻസ് മുന്നോട്ട് പോകുന്നത് ഇല്ലേ. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ നമുക്ക് ഇഷ്ടം ഉണ്ടാവുമോ? പറ്റുമോ? അപ്പൊ ഒരു അസ്വസ്ഥത ഉണ്ടാവില്ലേ? അതുപോലെ ഞാൻ ചിന്തിക്കുന്ന കാര്യം എനിക്കിപ്പോ അല്ലേ, ഞാൻ വിചാരിക്കുകയാണ് എനിക്കിപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം ഞാൻ വിചാരിക്കുന്ന സമയത്ത് എനിക്ക് എഴുതാം അല്ലെ. ഈ ഒരു ചിന്ത, ഇവിടെ ഒരു തലയുണ്ടെന്ന് നോക്കുക, ഞാനൊരു കൺജോയിന്റ് ട്വിൻ ആണെന്ന് നോക്കുക, ഇവിടെ ഒരു ആളും കൂടെ ഉണ്ട്, എന്റെ ഇപ്പുറത്ത് ഒരു തലയും കൂടെ ഉണ്ട്. എന്നാല് ഞങ്ങൾക്ക് ഒരു കയ്യേ ഉള്ളൂ നോക്കുക. ഒക്കെ ഇവിടെ അല്ലെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കയ്യേ ഉള്ളൂ. എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം, മറ്റവർക്ക് എഴുതണ്ട. ഒന്ന് ആലോചിച്ച് നോക്കൂ, അപ്പൊ എന്താ സംഭവിക്കുക? അതുപോലെ എനിക്കിപ്പം തോന്നുകയാണ് എനിക്ക് അവിടെ ഒരു ആ ഗാർഡന്റെ അവിടെ പാർക്കിൽ പോയിട്ടൊന്ന് ഇരിക്കണം എന്ന് തോന്നുന്നു. എന്നാ ഇവർക്ക് ഇന്ന് കിടക്കാനാന്ന് തോന്നുന്നത്. എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? ഇല്ലേ, അവിടെ വല്ലാത്ത അവരനുഭവിക്കുന്ന ആ സ്ട്രഗ്ലിംഗ് ഉണ്ട്. ഇതുപോലെയല്ലേ നമ്മുടെ അറ്റാച്ച്മെന്റ് അല്ലേ? അറ്റാച്ച്മെന്റിൽ ഇതുപോലെ സംഭവിക്കുന്നില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ. ഇല്ലേ, ഇതുപോലെയല്ലേ നമ്മൾ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു, എന്നാൽ നമുക്ക് അവിടെ നിന്നും മാറാൻ പറ്റാത്ത ആ ഒരു ഒട്ടിപ്പിടിച്ച് അള്ളിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഒരാൾ അനുഭവിക്കുന്ന ആ ഫ്രസ്ട്രേഷൻസ് ഇല്ലേ, എന്നാല് നമുക്ക് വിട്ടിട്ട് പോവാനും പറ്റില്ല, എന്നാല് സഹിക്കാനും പറ്റാത്ത ആ അവസ്ഥയിൽ മുങ്ങി 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 താഴ്ന്നു പോകുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട് അല്ലെ. അറ്റാച്ച്മെന്റ് അത്രമാത്രം നമ്മുടെ ലൈഫിനെ
ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇല്ലേ, നമ്മൾ പറയണ്ട ഓ അവള് നല്ല അറ്റാച്ച്മെന്റ് ആണ് എന്നോട്. ഈ അറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടാവുന്ന ഇടുന്നാണ് നമ്മൾ കുഞ്ഞാവുമ്പോ മുതലുള്ള ആ ഒരു ഇല്ലെ, നമ്മൾ കെയർ ചെയ്യാറുണ്ട് ബേബീസിനെ. നമ്മൾ കെയർ ചെയ്യുന്ന സമയത്ത് അപ്പം മുതൽ ഉണ്ടാവുന്നതാണ് നമ്മുടെ ഈ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അറ്റാച്ച്മെന്റ് വേണം, നമ്മൾ അറ്റാച്ച്ഡ് ആയിരിക്കണം. പക്ഷെ അത് ആ ഓവർ രീതിയിലേക്ക് പോകുന്ന അതാണ് നമുക്ക് സഫറിങ്സ് ഉണ്ടാക്കുന്നത് അല്ലെ. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാല് അത് ശരിക്കും ഇങ്ങനെ എന്താ, മറ്റുള്ളവരെ എല്ലാത്തിൽ നിന്നും കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയല്ല. അറ്റാച്ച്മെന്റില് എന്തുണ്ടാവില്ല, സ്നേഹമല്ല, കണ്ടീഷണൽ ലവ് ആണ് ഉണ്ടാവും ഇല്ലേ. ആക്ച്വലി നമുക്ക് വേണ്ടത് എന്താണ്, പ്യുവർ ആയിട്ടുള്ള ലവ് ആണ്, അൺകണ്ടീഷണൽ ലവ് ആണ് വേണ്ടത്. എന്നാൽ അറ്റാച്ച്മെന്റിൽ എന്തിനും ഏതിനും കണ്ടീഷനിങ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട്, ഇപ്പൊ പല ഭാര്യമാരും പറയാറുണ്ട് ഭർത്താവ് ഒന്നിനും സമ്മതിക്കൂല, എല്ലാം ഒരു കൺട്രോളിലാണ്, അദ്ദേഹം പറയുന്നത് പോലെ അല്ലെങ്കിൽ വൈഫ് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണ്. അതാണ് അവർ ഉദ്ദേശിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത്. എന്റെ വൈഫിന് സ്നേഹമുണ്ടോ, എന്റെ വൈഫ് ഇന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു തരണം, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ഈ ഒരു രീതിയിലൂടെയാണ് പോവേണ്ടത്. വൈഫും ചിന്തിക്കുന്നത് എന്റെ ഹസ്ബൻഡ് ഇന്ന രീതിയിലൂടെയൊക്കെ പോയാലാണ് എന്നോട് സ്നേഹം, ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലാണ് എന്നോട് സ്നേഹമുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിനെ അത് വളരെയധികം മോശമായിട്ട് അല്ലെ, നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. നമുക്കത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നതിലൂടെ ആ ഒരു കോൺസ്റ്റന്റ് ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് വേണ്ടി വരികയാണ് അല്ലെ. ഇപ്പൊ ഞാനാണ് ഒരാളുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്നെങ്കിൽ എനിക്ക് അയാളിൽ നിന്ന് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടണം. അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളിങ്ങനെ ഇപ്പൊ ഞാൻ ഒരാൾക്ക് കോൺസ്റ്റന്റ്ലി ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുകയാണ്, എപ്പോഴും അയാളുടെ കാര്യങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുന്നു, അയാളുടെ ഈവൻ വേറെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്താ പറ്റി എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, അത് നമ്മൾ ചോദിക്കണം അല്ലെ. നമ്മൾ അങ്ങനെ ഒരാള് നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് അത്രയും കുളിർമുള്ള ഒരു കാര്യമാണ് അല്ലെ, സന്തോഷമുള്ള കാര്യമാണ്. എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും ഇതുണ്ടോ, എന്താ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. എപ്പോഴും വന്നിട്ട് നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്, അല്ലെ, ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾക്ക് ഒരു ഫ്രീ സ്പേസ് തരാതെ നമ്മളെപ്പോഴും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഒരു അർത്ഥത്തിൽ നമുക്ക് എന്താ ഉണ്ടാക്കുക, സഫോക്കേഷൻ ഉണ്ടാക്കുക അല്ലെ. ഒരു ശ്വാസം കിട്ടുന്നത് പോലെ നമ്മൾ ആദ്യം പറഞ്ഞ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ അവിടെ എന്താ വരിക, അവിടെ ഹസ്ബൻഡിന് ശ്വാസം മുട്ടി, ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് ഒരു വല്ലാത്ത ഒരു ഡിസിഷനിലേക്ക് അയാൾ വരികയാണ് അല്ലെ. നമുക്കറിയാം അവിടെ അങ്ങനത്തെ കേസിൽ എന്താണ് സംഭവിക്കാൻ പോവുക, ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവോ ഇല്ലേ. റിലേഷൻഷിപ്പിൽ നമ്മൾ എന്തിനാണ് കൊണ്ടുവരുന്നത്, നമ്മൾ എന്തിനാണ് കാത്തു സൂക്ഷിക്കുന്നത്, നമുക്ക് സന്തോഷം ഉണ്ടാവാന് അല്ലെ, സമാധാനം ഉണ്ടാവാന് അല്ലെ, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാന്, ഫിസിക്കലി മെന്റലി ഒക്കെ ഹെൽത്തി ആവണമെങ്കിൽ നമ്മൾ നല്ല റിലേഷൻഷിപ്പ് നല്ലതാണ്. എപ്പോഴും ഇതുപോലെ ഇമോഷണലി ഡിസ്റ്റർബ് ആക്കുന്ന അല്ലെ, ഇമോഷണൽ സപ്പോർട്ട് എന്ന പേരിൽ എപ്പോഴും ഇങ്ങനെ ഓവർ ടേക്കിംഗ് കെയർ ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെ അവർക്ക് സഫോക്കേഷൻ ഉണ്ടാവുക, ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക അല്ലെ, ശ്വാസം മുട്ടിപ്പിടയുകയാണ് ചെയ്യുക അല്ലെ. അതേപോലെ തന്നെ അവർക്ക് എന്താ ഉണ്ടാവുക വെച്ചാല് ഫ്രീ ഫിയർ ഓഫ് റിജക്ഷൻ ഉണ്ടാവും. എന്നെ വിട്ടു പോവോ അല്ലേ, എന്നെ എങ്ങാനും അതുകൊണ്ട് എന്ത് ഉണ്ടാവും, എന്റെ ഹസ്ബൻഡ് എന്നെ വിട്ടു പോവോ എന്നുള്ള ഒരു പേടിയിൽ എപ്പോഴും ഓവറായിട്ട് നമ്മൾ അവരെങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കും, അവരിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നു അല്ലെ. നമ്മൾ എത്തിക്കണിയൊക്കെ പറഞ്ഞ പോലെ തന്നെ അവരിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഓക്കെ, ഇത് നമ്മളെ നെഗറ്റീവായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് സംശയമാണ്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, അതുപോലെ അവരോട് കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവര് നമ്മളെ ട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ സംശയത്തിന്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടിരിക്കും. ഓക്കെ, ആ പേടി ഇല്ല എന്ന് പറയുന്നവർക്ക് കൺഗ്രാറ്റുലേഷൻസ്, അങ്ങനെയാണ് വേണ്ടത്.
ഓക്കെ. അതുപോലെ തന്നെയാണ് നമുക്ക് ലോസ് ഓഫ് സെൽഫ്, അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ്. അല്ലേ? ഒരാൾ നമ്മളെ എപ്പോഴും ആശ്രയിച്ചിരുന്നാല്, എപ്പോഴും എല്ലാറ്റിനും നമ്മൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് നമ്മൾ എന്ന സെൽഫിനെ, നമ്മുടെ ആ ഒരു സ്പേസ് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക അല്ലെ. നമുക്ക് ഓവർ ബേർഡൻ ആവുകയാണ് ചെയ്യുക. നമ്മളെപ്പോഴും ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഓവറായിട്ട് ഇമോഷണലി നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, മറ്റുള്ള രീതിയിലൊക്കെ എന്തിനും ഏതിനും നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രയാസം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഗുണത്തിനേക്കാളേറെ. അല്ലേ? ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില ആളുകൾ എങ്ങനെയാണ്, ഒന്നും ചെയ്യാൻ സമ്മതിക്കൂല. അങ്ങനത്തെ ഒക്കെ കേസില് ഇപ്പൊ വൈഫിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഹസ്ബൻഡ് ആണെന്ന് വെക്കുക, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലും അല്ലെ, ഹസ്ബൻഡിന് എല്ലാ കാര്യങ്ങളും. ചില സ്ത്രീകൾ അങ്ങനെയാണ്, ഒന്നും ചെയ്യാൻ പാടില്ല അല്ലെ. ഹസ്ബൻഡിന്റെ നമ്മള് ചെയ്യുന്ന വാഷ് ചെയ്യുന്നു, ഡ്രസ് അയൺ ചെയ്ത് കൊടുക്കുന്നു, ബട്ടൺ ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈവൻ കിച്ചണിൽ ഇന്ന പാത്രം ഇല്ലേ, നമ്മുടെ ഈ ഒരു ഗ്ലാസ് എവിടെ വെക്കുന്നത് പോലും അവർക്കറിയും. എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ചിലയിടത്തൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, വൈഫ് മരിച്ച അല്ലെങ്കിൽ വൈഫ് വിട പറഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്കകം ഹസ്ബൻഡ് പോയി. സത്യം പറഞ്ഞാൽ പലപ്പോഴും ഇത്തരമുള്ള ആളുകള്, ഇപ്പൊ ഒരു വൈഫ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സത്യത്തിൽ ഇങ്ങനെ ആണ് നല്ലതെന്ന് ചിന്തിക്കാറുണ്ട്. കാരണം ഇവർക്ക് പിന്നെ ഒന്നിനും കഴിയില്ല. സെൽഫായിട്ട് ഒരു കാര്യം ചെയ്ത് പരിചയം ഉണ്ടാവില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കാര്യം ഇല്ലേ, ക്യാഷ് കൊണ്ടുവന്നുണ്ടാവും, പുറത്ത് ജോലിക്ക് പോകുന്നുണ്ടാവും, ഒരു കോഫി ഇട്ട് കുടിക്കാൻ അറിയാത്ത എത്രയോ മുതിർന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടില്. ഒരു കോഫി ഇട്ടിട്ട് കുടിക്കാൻ അറിയാത്ത. ഉം. അല്ലേ? യഥാർത്ഥത്തിലുണ്ട്. ഇപ്പൊ ഇവിടെ ഇല്ലേ ചില സ്ത്രീകള്, നമ്മൾ ഫാമിലിക്ക് കൊടുക്കേണ്ട സ്പേസ് ഫാമിലിക്ക് കൊടുക്കണം അല്ലേ. നമ്മൾ ക്ലാസ്സിലാണെങ്കിലും, നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും നമ്മുടെ, അതുകൊണ്ട് അവരെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക എന്നല്ല, അവരും സ്വയം പര്യാപ്തരാകണം അല്ലേ. ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിക്കുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ച സമയത്ത് വൈഫ് നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുള്ള ഹസ്ബൻഡ് ആണെന്ന് പറയാറുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് പിന്നീട് അവരുടെ ലൈഫിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ അല്ലെ. ഒരു കുഞ്ഞിന് അമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ആ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായി എന്ന് വരാം. എന്നാല് ഈ വൈഫൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള പുരുഷന്മാർക്ക് അവരെ നോക്കുമ്പോ, ആളുകൾക്ക് നോക്കുമ്പോ അവർ മെച്ചൂർഡ് ആയിട്ടുള്ള ഒരാളാണ്, എല്ലാ കാര്യങ്ങളും ഇമോഷണലി ഒക്കെ വളരെയധികം കരുത്തുള്ള, നാട്ടുകാരോടൊക്കെ നന്നായിട്ട് സംസാരിക്കുന്ന, എല്ലാ പാർട്ടിയിലുള്ള, എല്ലാ സൊസൈറ്റിയിലും അല്ലെ എല്ലായിടത്തും നന്നായിട്ട് സംസാരിക്കുന്ന, മറ്റുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വൈഫിന്റെ ഒരു വേർപാടെന്ന് പറയുന്നത് ഇവരനുഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. മകന് മക്കളും കുട്ടികളും ഉണ്ടായി അവരുടെ ഫാമിലി ആയിട്ട് ജീവിക്കുന്നുണ്ടാവാം, മറ്റുള്ള മക്കളൊക്കെ ദൂരെ ആയിരിക്കാം. പക്ഷെ ഇവര് ടോട്ടലി ഒറ്റപ്പെട്ട് വല്ലാത്തൊരു രീതിയിലേക്ക് ഒന്നിനും കഴിയാതെ, മക്കളോടൊക്കെ ചോദിക്കും, എത്ര പ്രാവശ്യം ചോദിക്കും ഇല്ല. ഇപ്പത്തെ ഒരു സിസ്റ്റം തന്നെ അങ്ങനെയാണ്. ആദ്യമൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെയും മരുമക്കളും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ടാവാം. എന്നാൽ ഈ ഒരു സമയത്തൊക്കെ മക്കളോട് എത്ര പ്രാവശ്യം ചോദിക്കാൻ പറ്റും, ഒരു ഗ്ലാസ് വെള്ളം തായോന്ന് അല്ലേ. ഇല്ലേ? മറ്റേത് അല്ലെങ്കിൽ എന്താണ്, ഇതാ കുടിച്ചോളൂ ഇല്ലേ, ചോദിക്കുന്നതിന് മുന്നേ വിളിപ്പുറത്ത് നമുക്ക് സംഭവം കയ്യിലെത്തും. നമ്മള് മുഷിഞ്ഞ ഡ്രസ്സ് ഇല്ലേ നമുക്ക് നോക്കി അല്ലേ അയൺ ചെയ്ത് അല്ലെങ്കിൽ മടക്കി വെച്ച് ക്ലീൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഒരു കാര്യവും അറിയാത്ത, എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുഞ്ഞിനെ എപ്രകാരമാണ് ഉപേക്ഷിച്ച് പോകുന്നത്, ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അതുപോലെ നമ്മുടെ വൈഫുമാര്, ഭാര്യമാര്, ചില അല്ലെങ്കിൽ ലേഡീസ്, ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് വേർവിട്ട് പോയാൽ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തനിച്ചാകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോയി ഒരു സാധനം വാങ്ങിക്കാനോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താണ് കാര്യങ്ങൾ ഡീൽ ചെയ്യാനോ അറിയാതെ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി ടോട്ടലി നിസ്സഹായരായിട്ട് പോകുന്ന കുറെ ആളുകളുണ്ട് അല്ലെ. ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാ ഹസ്ബൻഡാണ് ചെയ്തു തന്നിരുന്നത്, അല്ലെങ്കിൽ മക്കളായിരുന്നു എല്ലാം ചെയ്തു തന്നിരുന്നു അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ ഒരാള് നമ്മുടെ കൂടെ
നിർത്തി ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവരെല്ലാറ്റിനും നമ്മളങ്ങ് ഹെൽപ്പ് ചെയ്ത് നമ്മുടെ മക്കളൊക്കെ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയായിരുന്നു. 9 വയസ്സ് വരെ എന്റെ കുഞ്ഞിന്റെ കൈ പിടിച്ച് കഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായി അവരുടെ കാര്യം എന്തായി? അവര് കഴിച്ചോ? അവര് കൈ അവിടെ വെക്കുന്നുണ്ടോ? അല്ലെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാല് അയ്യോ അവർ കൈ അവിടെ തട്ടി ഇങ്ങനെ അല്ലെങ്കിൽ അല്ലെ അവിടെ കൈ കഴിച്ച് പിന്നെ അങ്ങനെ ഭയങ്കര ടേക്കിംഗ് കെയർ അല്ലെ നമ്മൾ ഒരുപാട് അറ്റൻഷൻ അവർക്ക് കൊടുത്ത്. എന്നാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാന് ഒരു പ്രാവശ്യം വയനാട് നമ്മുടെ എടക്കൽ ഗുഹയിൽ കയറാൻ പോവാണ്. ഞാൻ എന്റെ മക്കളെ അവർക്ക് 6-7 വയസ്സും കണ്ടുള്ളൂ. മക്കൾ താഴെ നിർത്തി ഞാൻ കയറി. ഞാൻ കേറിയ സമയത്ത് നോർത്തിലുള്ള കപ്പിൾസ് ആണ്. ഒരു കുഞ്ഞുണ്ട്. ഒരു 4-5 വയസ്സുള്ള കുഞ്ഞുണ്ടാവും. ആ കുഞ്ഞ് ആ മല കേറുകയാണ്. അല്ലാതെ ഇത് കേറുവാണ് കേട്ടോ. ആ കേറുന്ന സമയത്ത് ആ ഗുഹയിലേക്ക് കേറി പോകുന്ന സമയത്ത് ആ കുഞ്ഞ് വീഴാൻ പോകുന്നുണ്ട്. ഹസ്ബൻഡും വൈഫും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാ. കുഞ്ഞ് കേറുന്നുണ്ട്, വീഴാൻ പോകുന്നുണ്ട്, എഴുന്നേൽക്കുന്നുണ്ട്, പിന്നെയും നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഗുഹയിലെ മുകളിൽ കയറി തിരിച്ചു വരുമ്പോഴും അതുപോലെ. ഞാൻ വിചാരിച്ചു എന്താ ഇവരിങ്ങനെ ആ കുഞ്ഞിനെ ഒട്ടും സ്നേഹമില്ല. ഒരൊറ്റ കുഞ്ഞല്ലേ ഉള്ളൂ. ആ കുഞ്ഞിനൊരു സ്നേഹമില്ല അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യുന്നില്ലല്ലോ. പിന്നീടാണ് എനിക്കതിന്റെ കാര്യം മനസ്സിലായത്. അവരാ കുഞ്ഞിനെ കേപ്പബിൾ ആക്കുകയാണ് അല്ലെ, സ്വയം പിടിച്ചു നിൽക്കാൻ കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ അവരാണ് ശരിക്കും. ഞാനായിരുന്നില്ല അല്ലെ. നല്ല എന്റെ മക്കള് വീഴുവോന്ന് പേടിച്ച് അവര് സേഫ് ആക്കാൻ വേണ്ടി അവിടെ കുഞ്ഞുങ്ങളെ താഴെ വെച്ച് പോകുന്ന എന്നെക്കാളും ശ്രേഷ്ഠരായിട്ടുള്ള പാരന്റ്സ് അവരായിരുന്നു. വീണ് വീണ് പഠിച്ച ആ കുഞ്ഞിന് പിന്നീട് ഒറ്റയ്ക്ക് അമ്മയില്ലെങ്കിലും ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആവുമ്പോഴും ഇതുപോലെ ഒരു ഇത് കേറാനായിട്ട് ആ ഗുഹയുടെ മുകളിലോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റുള്ള എവിടെയെങ്കിലും പോവാനായിട്ട് ആ കുഞ്ഞിന് പ്രയാസം ഉണ്ടാവുമോ? ഉണ്ടാവില്ല അല്ലെ. അതുപോലെയാണ് ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും കൂടുതൽ കൂടുതൽ പ്രയാസം ഉണ്ടാകുകയാണ് ചെയ്യുക. നമ്മൾ മറ്റുള്ളവരുടെ നമ്മളുടെ മക്കളെ ആണെങ്കിലും മറ്റുള്ള കൂടെയുള്ളവരുടെ ആണെങ്കിലും വളർച്ചയെ മുരടിപ്പിക്കുകയാണ് ചെയ്യുക. അവിടെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുക. ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അല്ലെ. അതിന് എന്ത് വേണം? വെള്ളം വേണം, വെള്ളം നനയണം അല്ലെ, വെയില് സൂര്യപ്രകാശം ഏൽക്കണം. എന്നെങ്കിലാണ് വിത്ത് ശരിയായ രീതിയിൽ മുളച്ചു വരിക. എന്നാലും നമ്മൾ അതിന് ഇങ്ങനെ ഇതാ സൂര്യപ്രകാശം ഇല്ല അതിന്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചു വെച്ചിരുന്നാല് സിബിട്ടൊരു പേഴ്സിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു കവറിന്റെ ഉള്ളിലോ വെച്ചിരുന്നാൽ അത് മുളയ്ക്കോ? മുളയ്ക്കോ? ഇല്ല. അപ്പൊ അത് പോവേണ്ട രീതിയിലൊക്കെ അത് പോകുമ്പോഴാണ് അത് മനോഹരമായിട്ടുള്ള വലിയ ഒരു ചെടിയായി അല്ലെ, ഒരു തൈയായി, മരമായി, മനോഹരമായിട്ടുള്ള പൂക്കളുള്ള അല്ലെങ്കിൽ നല്ല സ്വീറ്റി ആയിട്ടുള്ള നല്ല സ്വാദിഷ്ടമായ ഫലങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുക. അപ്പൊ അതിന് നമുക്ക് തയ്യാറാവാൻ കഴിയുക എന്നുള്ളതാണ്. അതിന് നമുക്ക് കഴിയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. നമ്മൾ എത്രമാത്രം അറ്റാച്ച്ഡ് ആവണം. ഈ അറ്റാച്ച്മെന്റിന്റെ ഫലം എപ്പോഴും നിരാശയായിരിക്കും അല്ലെ. നമ്മൾ ഇതുപോലെ വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങള് പിന്നീട് അവർക്ക് പിന്നെ ഒരു കടയിൽ പോകാൻ പറയുമ്പോ അവർക്ക് പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല അല്ലെ. ഇപ്പം നമ്മള് ഫാദർ വീട്ടിലുള്ള അച്ഛന്മാര് ഉപ്പമാരോ ഒക്കെ വീട്ടിലുള്ള ആളുകൾ എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങളെ നമ്മൾ അറിയും അവന് പോണ്ട, അവന് കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുമ്പോ ഒരു സമയത്ത് ഇദ്ദേഹം ഇല്ലാത്ത ഒരു സമയത്ത് ഈ കുഞ്ഞുങ്ങളോടൊപ്പം വയസ്സൊക്കെ ആയി 10-14 വയസ്സൊക്കെ ആയ കുട്ടികളോട് മോനെ നീ ഒന്ന് കടയിൽ പോടാന്ന് പറയുമ്പോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരോട് പറയുമ്പോ അവർക്കതിന് കഴിയൂല. അവരതിന് പഠിച്ചിട്ടില്ല, നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, നമ്മളൊരു അവസരം കൊടുത്തിട്ടില്ല. അതാണ് അല്ലേ. നമ്മളെ നമുക്ക് തന്നെ ആയിരിക്കും അത് പാരയായിട്ട് വരുന്നത് അല്ലെ. അറ്റാച്ച്മെന്റ് നമ്മൾ എത്രമാത്രം സൂക്ഷിക്കുന്നുവോ അത് തിരിഞ്ഞു കൊത്തുന്നത് നമ്മളെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ഇങ്ങനെ ഈ ഒരു അറ്റാച്ച്മെന്റ് ഉള്ള സ്വഭാവം നമുക്ക് ഉണ്ടായത് എന്തുകൊണ്ടായിരിക്കാം? നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങൾ ഇങ്ങനെ അറ്റാച്ച്ഡ് ആയി പോയത് എന്തുകൊണ്ടായിരിക്കാം?
പാരന്റ്സ് അറ്റാച്ച്ഡ് ആയിരുന്നു, ഇൻസെക്യൂരിറ്റീസ് ആണ്, സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ടു ഗെറ്റ് ലവ്, ചെറുപ്പത്തിൽ കെയർ കിട്ടാത്തതുകൊണ്ട്, വെരി ഗുഡ്, സ്നേഹം കൊണ്ട്, ഓവർ കെയറിങ് ആണ്, ഓക്കെ, യെസ്, സാഹചര്യം കൊണ്ട്, ആ സാഹചര്യം എന്താണെന്നാണ് പറയുന്നത്. നമ്മളുടെ എല്ലാം അവരാണെന്ന് കരുതി നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ചെറുപ്പത്തിൽ കിട്ടാത്തതൊക്കെ എന്റെ കുട്ടികൾക്ക് കൊടുക്കണം, അല്ലേ? നമ്മള് കല്ലിലും മുള്ളിലും ഒക്കെ ചവിട്ടി, അല്ലേ, മഴയും വെയിലും നനഞ്ഞ്, അല്ലേ, പിന്നെ അതുപോലെ പണിഷ്മെന്റ് അനുഭവിച്ച്, അന്നൊക്കെ ടീച്ചർമാര് നമ്മളെ അടിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പിന്നെ നമ്മൾ സ്കൂളിൽ പോവാതിരുന്നിട്ടുണ്ടോ? എത്രയോ അടി കിട്ടിയിട്ടുണ്ട്, പിന്നെയും പോയില്ലേ? അന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അവരോട്? അത് അവരുടെ ഡ്യൂട്ടിയാണ്, അവരങ്ങനെ ചെയ്യേണ്ടവരാണെന്ന് വിചാരിച്ചു. എന്നാൽ ഇന്നോ? ഇന്ന് ടീച്ചർമാരെ അടിച്ചാൽ അല്ലെങ്കിൽ ഉപദേശിച്ചാല്, അല്ലെ, കുട്ടികൾ നിൽക്കുന്നുണ്ടോ? ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താണ്, അല്ലെ, സ്കൂളിന്റെ അവസ്ഥ എന്താണ്? ചില കുട്ടികളിൽ, ചില സ്കൂളുകളിലൊക്കെ ആ ഒരു ടീച്ചർമാർക്ക് വോയിസ് ഇല്ല, അവർ സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ്, അല്ലെ, അവർക്ക് ഉപദേശിക്കാനും വയ്യ, ഉപദേശിക്കാതിരിക്കാനും വയ്യ. നമ്മൾ പാരന്റ്സ് അതുപോലെ നോക്കി നിൽക്കുന്നുണ്ട്. പാരന്റ്സ് എന്താണ് പറഞ്ഞാല് പേടിയാണ്, അല്ലെ, എന്തെങ്കിലും ചെയ്തു കളയോ എന്നുള്ള പേടി, എന്തെങ്കിലും ചെയ്താലോ, നഷ്ടപ്പെട്ടാലോ എന്നുള്ള പേടി. അത് അങ്ങനെ ആക്കിയതും നമ്മൾ തന്നെയാണ്, അല്ലെ? ടീച്ചർമാർ കുട്ടികളെ അടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഉപദേശിക്കാൻ പാടില്ല, അവർക്ക് പെയിന് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മളെ സമൂഹം മാറ്റിയതും നമ്മൾ തന്നെയാണ്. ടീച്ചർ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത്, ഞാൻ ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്താ, ടീച്ചർക്ക് എന്താ, ഇതെന്റെ ഫ്രീഡം ആണ് എന്ന് പറയുന്ന രീതിയിൽ, അല്ലെ? അത് ചില റിലേഷൻഷിപ്പിൽ ഉള്ള കുട്ടികളോടാണെങ്കിലും, മറ്റുള്ള ഡ്രഗ്സ് മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളോടാണെങ്കിലും ടീച്ചർമാർക്ക് പറയാനുള്ള വോയിസ് ഇല്ല. നമ്മൾ അനുഭവിക്കുന്ന അതേ പെയിൻ അനുഭവിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് ഈ കുട്ടികളൊക്കെ വഴിതെറ്റി പോകുമ്പോൾ. അതുപോലെ തന്നെയാണ് ഇന്ന് പാരന്റ്സും അവരോട് പറയാനുള്ള ആ ഒരു പേടി, അല്ലെങ്കിൽ എന്ത് ചെയ്യും, എങ്ങനെയാകും, നമുക്കൊക്കെ കുറെ മനസ്സിന് എന്ത് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ അത് ഫീൽ ആയിരുന്നില്ല, അല്ലെ? അന്നൊക്കെ ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞാല്, അല്ലെങ്കിൽ പാരന്റ്സ് പറഞ്ഞാല് നമുക്ക് അത്രമാത്രം നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉൾക്കൊണ്ടിരുന്നു. ഇന്ന് അത് സ്ഥിതി തിരിച്ചായി, അല്ലെ? ഇന്ന് ഡിപ്രഷനായിട്ട്, മറ്റുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ടൊക്കെ കൗൺസിലേഴ്സിനെ, അതുപോലെ തന്നെ ഡോക്ടേഴ്സിനൊക്കെ കാണിക്കുന്ന, അല്ലെ, സൈക്യാട്രിസ്റ്റിനൊക്കെ കാണിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കുട്ടികളെല്ലാം ഉണ്ട്, അല്ലെ? അപ്പൊ നമ്മള് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ തലമുറയെ കൊണ്ടുപോകുന്നത് നമ്മൾ തന്നെയാണ്. അന്നൊരുപാട് കാര്യങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ നമ്മൾ വളർന്നു വന്ന് കരുത്താർജിച്ചിരുന്നവരാണ്. ഇന്നത്തെ കുട്ടികൾക്ക് അതില്ല, ഒട്ടും കട്ടിയില്ല. അവർ കാണുന്നത് എന്താണ്? ഈ മൊബൈലിലുള്ള കാര്യങ്ങളാണ്. നമ്മള് ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിച്ചിരുന്നു കാര്യങ്ങൾ. എന്നാൽ ഇന്ന് അവർക്ക് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് ഇല്ല. നമ്മൾ പുറത്തു പോകുമ്പോഴൊക്കെ പുറത്തുള്ള കാഴ്ചകൾ എൻജോയ് ചെയ്ത്, അവിടുത്തെ ഇപ്പൊ കല്യാണ വീട്ടിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ആളുകൾ തമ്മിലുള്ള ആ സ്നേഹബന്ധം, അവരുടെ സംസാരം, ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോയിരുന്നത്, അല്ലെ? ഇന്നത്തെ കുട്ടികൾ എന്താണ്? യാത്രയാണോ മൊബൈൽ, അല്ലെ? യാത്രയിലാണോ മൊബൈല്? അവരുടെ ഒരു കല്യാണത്തിനോ മറ്റുള്ള ചടങ്ങുകൾക്കോ പോവുകയാണെങ്കിൽ അവർക്ക് ബോറടിക്കുന്ന ഒരു മൊബൈലാണ് യൂസ് ചെയ്യുന്നത്, അല്ലെ? അവിടെ അറ്റാച്ച്മെന്റ് ആണ്, അല്ലെ, മൊബൈലിനോട്. ആ അറ്റാച്ച്മെന്റ് അവരുടെ ലൈഫിനെ വളരെയധികം, അവർക്ക് തന്നെ അത് വിനയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക്. അതുപോലെ നമ്മുടെ അറ്റാച്ച്മെന്റ് അവർക്ക്, ഇപ്പൊ ടീച്ചർമാർക്ക് വോയിസ് ഇല്ല പറയാൻ, അല്ലെ? പക്ഷെ നമ്മൾക്കറിയാം ചില ടീച്ചേഴ്സിന്റെ വാക്കുകൾ കൊണ്ട് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ എല്ലാ ടീച്ചേഴ്സും അങ്ങനെയല്ല. ഒരുപാട് നല്ല മനസ്സുള്ള ഒരുപാട് പേരെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളതും നമ്മുടെ ഇതുപോലെയുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ അവർക്ക് ഫ്രീഡം ഇല്ലാതായ സമയത്ത് തന്നെ നമ്മുടെ ഫ്രീഡം മക്കളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെ? മറ്റുള്ള
എല്ലാ ഇടങ്ങളിലാണെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികൾ മുതിർന്നു വരുമ്പോൾ അവർക്ക് അവരുടെ ഫാമിലി ലൈഫിലും നമ്മൾ തന്നെ ഇത്രയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവര് എന്തായിരിക്കാം അവരുടെ ഒരു മുന്നോട്ടുള്ള ഒരു ലൈഫ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അല്ലേ? ആ അറ്റാച്ച്മെന്റ് വസ്തുവിനോട്, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങള് അവർക്ക് എന്താവും, അവരുടെ ഇപ്പൊ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ പ്രായത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ പലതും നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും ടെക്നോളജി വളരുന്നുണ്ട്, കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പോവും, അവർക്കും അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ? അപ്പൊ നമ്മുടെ അറ്റാച്ച്മെന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള മോശമായിട്ടുള്ള സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ ചില കുട്ടികൾ നെഗ്ലിജൻസ് അനുഭവിച്ചിട്ടുള്ള, അവഗണനകൾ അനുഭവിച്ചിട്ടുള്ള, അബ്യൂസസ് അനുഭവിച്ചിട്ടുള്ള കുട്ടികള്, അതേപോലെ തന്നെ ട്രോമാറ്റിക് എക്സ്പീരിയൻസുകൾ, സെപ്പറേഷന് അല്ലെ, സെപ്പറേഷൻസ് അനുഭവിച്ചിട്ടുള്ള കുട്ടികളിലെ പാരന്റ്സിന്റെ സെപ്പറേഷൻ, അങ്ങനെ മറ്റുള്ള രീതിയിലൊക്കെ ഒരുപാട് ട്രോമകളൊക്കെ അനുഭവിച്ചിട്ടുള്ള, വിഷമങ്ങൾ അനുഭവിച്ചിട്ടുള്ള കുട്ടികളിലാണ് അല്ലെങ്കിൽ വ്യക്തികളിലാണ് നമ്മൾ ഇതുപോലെയുള്ള ഈ ഓവറായിട്ട് മറ്റുള്ളവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് കാണുന്നത്. ഓക്കെ, നമുക്ക് ടൈം കുറച്ച് കൂടുതൽ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു കാര്യം, നമുക്ക് അതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഓഫ് കോഴ്സ് അറ്റാച്ച്മെന്റ് പെയിൻഫുൾ ആണ്. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടീഷണൽ ലവ് ആണ്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ പോവാന്നുള്ളതാണ്. അതായത് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന ഡിറ്റാച്ച്മെന്റിലേക്ക് നമ്മൾ പോവുക. ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഇല്ലേ? എസ്വർണോ 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 ഒന്ന് ടൈപ്പ് ചെയ്തേ. ഡിറ്റാച്ച് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഇല്ലേ? ഇല്ലേ? എത്ര പറഞ്ഞാലും നമുക്ക് ഡിറ്റാച്ച്മെന്റ് എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു പേര്. അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ അയ്യോ ഭയങ്കര സ്നേഹം എന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോ? അല്ലേ? ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ചിലരൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്, മാം എന്താണ് പറയുന്നത് ഡിറ്റാച്ച്മെന്റ്? ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവര് ഇങ്ങനെ ഇതാവില്ലേ? അവർക്ക് അല്ലേ, നമ്മളിപ്പോ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന വൈഫ്, നിങ്ങൾ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോൾ അവര് ഇങ്ങനെ മാറിപ്പോയാൽ എന്താണ് ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാല് എന്തല്ല, കട്ട് ചെയ്തിട്ട് മാറ്റുക എന്നുള്ളതല്ല. ഒരു ബന്ധത്തെ, നിങ്ങളുടെ ലൈഫിലെ മാരേജ് ലൈഫിനെ കട്ട് ചെയ്ത് ഹസ്ബൻഡിന് പാട്ടിന് പോട്ടെ, മക്കളുടെ പാട്ടിന് പോട്ടെ എന്ന് മാറ്റുന്നതല്ല ഡിറ്റാച്ച്മെന്റ് കേട്ടോ. ഒരിക്കലും അങ്ങനെയല്ല. ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോ നമ്മുടെ ലൈഫിൽ നിന്ന് ഒരാളെ മാറ്റലല്ല. എവിടുന്ന് ഒരാളെ മാറ്റലാണ്? തലേന്ന്, ഹെഡിൽ നിന്ന് ഒരാളെ മാറ്റലാണ്. അവരെ കുറിച്ചുള്ള ഭാരം, അവരെ കുറിച്ചുള്ള ചിന്തകള്, കാരണം നമ്മൾ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നിടത്ത് നിന്ന് ആ ചിന്തകളെ നമ്മൾ ഒഴിവാക്കുക. അതാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ആ കാര്യത്തെ നമ്മൾ അല്ലേ ഓവറായിട്ട് നമ്മൾ അല്ലേ, ഇപ്പൊ എന്തുകൊണ്ടാണ് ആ ലേഡി ഹസ്ബൻഡിനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? എപ്പോഴും അവരുടെ ചിന്തയിൽ മുഴുവൻ ഹസ്ബൻഡിനെ കുറിച്ചാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഇവിടെ നിന്ന് കട്ടാക്കിയിട്ടില്ലെങ്കിൽ, ഈ ചിന്തകളിൽ നിന്ന് നമ്മൾ കട്ടാക്കിയിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഒരുപക്ഷെ ഈ ലൈഫിൽ നിന്ന് നമ്മൾ കട്ടാക്കേണ്ടി വരും അല്ലേ? ഒരിക്കലും ലൈഫിൽ നിന്ന് കട്ടാക്കലല്ല ഡിറ്റാച്ച്മെന്റ്. എന്നാല് നമ്മൾ ഈ അറ്റാച്ച്മെന്റ് കൂടിയാല്, അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ ഇങ്ങനെ കൊണ്ടു നടക്കാണ് അല്ലെ? ഈ തലയിൽ നിന്ന് അവരെ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ആ ചിന്തയിൽ നിന്ന് നമ്മൾ അവരെ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ലൈഫിൽ നിന്ന് അവരെ കട്ട് ചെയ്യേണ്ടി വന്നേക്കാം അല്ലെ? ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ അവരെ വിട്ട് കളയുകയല്ല. ഇങ്ങനെ നമ്മൾ അവിടെ പറഞ്ഞതുപോലെ അല്ലെ, ആ കുഞ്ഞിനെ ആ ഗുഹയിലേക്ക് കയറി പോകുന്ന, അത്രയും നല്ല ഹൈറ്റിൽ കയറാനുണ്ട്. ആ കേറുന്ന സമയത്ത് ഞാനൊക്കെ എത്രയോ പ്രാവശ്യം നിന്നിട്ടൊക്കെയാണ് കയറിയത്. ആ സമയത്ത് ആ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആ പാരന്റ്സ് ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എന്റെ മോന് കയറാൻ പറ്റുന്നുണ്ടോ അല്ലേ? ആ കുഞ്ഞിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവരെ കയറ്റുന്നത് അല്ലെ? എന്നിട്ട് അവനെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്നുണ്ട്, വീഴുമ്പോ താങ്ങാനായിട്ട്. അവർക്കറിയാം എപ്പോ പിടിക്കണം എന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഡിറ്റാച്ച്മെന്റ്. കൂടെയുണ്ട് അല്ലേ? മറ്റേത് ഇങ്ങനെ അല്ലേ, ഇങ്ങനെ പോവാൻ സമ്മതിക്കുന്നില്ല, ഇങ്ങനെയും പോവാൻ സമ്മതിക്കില്ല, ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും അല്ലേ? അല്ലേ? ഓക്കെ, അപ്പോ നമ്മൾ ഒരാളുമായിട്ട് ഡിറ്റാച്ച്ഡ് ആകുക എന്നുള്ളതാണ് നമുക്കും അവർക്കും ഏറ്റവും ബെനിഫിറ്റ് ഉള്ള കാര്യം.
അപ്പൊ നമുക്കറിയാം നമ്മളിൽ നിന്ന് പല ആളുകളും നമ്മളെ വിട്ടു പോയിട്ടുണ്ട് അല്ലെ, മരിച്ചവരുണ്ടാവാം. അപ്പൊ ആ സമയത്തും അവരുടെ ഓർമ്മകൾ പലപ്പോഴും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അറ്റാച്ച്ഡ് ആണ് അല്ലെ, ആ ഓർമ്മകളിൽ നമ്മൾ സ്റ്റക്ഡ് ആണ്, അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ആണ് നമ്മൾ അവിടെ. അതിനെ നമുക്ക് വിട്ടുകളയാൻ പറ്റുന്നില്ല. അവരായിട്ട് അല്ലെ, അവരായിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസിലേക്ക് നമ്മൾ വിടുമ്പോഴാണ് അല്ലെ മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെപ്പറേഷൻ എന്ന് പറയുന്നത്. ആ സെപ്പറേഷന്റെ പെയിന്, അല്ലെങ്കിൽ ആ മരണത്തിന്റെ പെയിന്, ആ ലോസിന്റെ പെയിന് എപ്പോഴും നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ അത് രണ്ട് കൂട്ടർക്കും പെയിനാണ്. ആ നെഗറ്റീവ് എനർജി നമ്മളെ രണ്ടുപേരും ബാധിക്കുന്നുണ്ട് അല്ലെ. ആ ആ ഒരു പെയിന് നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ്, നമ്മുടെ ചുറ്റുപാടുകളെയും നശിപ്പിക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് ആ ഒരു പെയിന് കൊണ്ട് നടക്കുമ്പോൾ അത് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ അതങ്ങ് വിട്ട് കളയുന്നു. നമ്മൾ ഫ്രീ ആകുന്നു, അവര് ഫ്രീ ആകുന്നു. നമ്മൾ ഗ്രോ ചെയ്യുന്നു, അവരും ഗ്രോ ചെയ്യുന്നു അല്ലെ. ആ ഡിറ്റാച്ച്ഡ് അല്ലെ, ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് ആണ് നമുക്ക്. ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് അവിടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഡിറ്റാച്ച്മെന്റ് എങ്ങനെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യുക? നമുക്ക് ഇതിനുള്ളൊരു സൊല്യൂഷൻ, ഈ ഒരു അറ്റാച്ച്മെന്റിന്റെ സൊല്യൂഷൻ ഡിറ്റാച്ച്മെന്റ് ആണ് കേട്ടോ. അപ്പൊ എന്തെങ്ങനെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യുക? നമ്മള് മൈൻഡ്ഫുൾ ആവുക നമ്മൾ ചെയ്യുന്ന കാര്യത്തില് അല്ലെ. എപ്പോഴും അദ്ദേഹം എന്ത് ചെയ്യുന്നു, കുട്ടികൾ എന്ത് ചെയ്യുന്നു അല്ലെ. ഇപ്പൊ കുട്ടികള് സ്കൂളിൽ പോയിട്ടുണ്ടാവാം, മദ്രസയിൽ പോയിട്ടുണ്ടാവാം. എന്താ അവരെ സേഫ് ആയിട്ട് എത്തിയോ അല്ലെ, അവര് ഇപ്പൊ പഠിക്കുന്നുണ്ടാവോ, കളിക്കുന്നുണ്ടാവോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ കാര്യം, ഇപ്പോഴത്തെ കാര്യം ചെയ്യാൻ പറ്റില്ല. അവരെങ്ങനെ വിട്ടേക്കുക? നമുക്ക് നല്ല മെഡിറ്റേഷൻ കൊണ്ടുവരാം. മൈൻഡ്ഫുൾ ആയിരിക്കുക കാര്യങ്ങള്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അതേപോലെ ജേർണലിങ്, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതുക. നമുക്ക് എന്തൊക്കെയാണ് ഫിയർ ഉള്ളത്, നമ്മൾ എന്തിനെ കുറിച്ചാണ് ഇപ്പൊ ചിന്തിക്കുന്നത്, അത് നമ്മളൊന്ന് എഴുതി നോക്കുക. പിന്നെ അതുപോലെ തന്നെ എല്ലാറ്റിലും ഇല്ലേ, നമുക്ക് എല്ലാത്തിനും ഒരു അതിർവരമ്പുകൾ വേണം അല്ലെ. ഏതൊരു ബന്ധത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പേസിൽ നിൽക്കുമ്പോഴാണ് അല്ലെ. മദറായിട്ട് നിൽക്കുമ്പോൾ, ഫാദറായിട്ടും, സിസ്റ്ററായിട്ടും, ഹസ്ബൻഡായിട്ടും, മക്കളായിട്ടും, വൈഫായിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു മനോഹാരിത ഉണ്ടാവുക അല്ലെ. എല്ലാത്തിലും നമ്മളൊരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നമ്മുടെ റിലേഷൻഷിപ്പില് നല്ല ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇമോഷന് നമ്മുടേത് മാത്രമാണ്. അല്ലെങ്കിൽ അവരുടെ ഇമോഷന് അവരുടേതാണ്. അത് അങ്ങനെയായിട്ട് കാണുക. ആ ഇമോഷനെ നമ്മൾ ഉൾക്കൊള്ളുക. അവര് കരയുമ്പോ, അപ്പം അവരെന്തെങ്കിലും കാര്യം പറയുമ്പോൾ അവരെയും കെട്ടിപ്പിടിച്ച് നമ്മൾ കരയുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? അവര് കൂടുതല് അതിന്റെ തീവ്രതയിലേക്ക് പോവുകയാണ് ചെയ്യുക അല്ലെ. ഒരാള് വെള്ളത്തിൽ വീണു, ആ വെള്ളത്തിൽ വീണ അയാളെ നോക്കി നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നാല് കാര്യം നടക്കുവോ? ഇല്ല. ആ സങ്കടത്തിൽ നമ്മൾ അവിടെ ഡൗൺ ആയി കഴിഞ്ഞാൽ, പെട്ടുപോയാൽ നമ്മള് കൂടുതൽ ദ്രോഹമാണ് അവരോട് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ. കൂട്ടത്തിൽ നീന്താൻ അറിയുന്ന ആളുകളെ വിളിച്ചുകൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു മരത്തെ ചുറ്റിയിട്ട് ഒരു കയർ അവർക്ക് ഇട്ട് കൊടുക്കാം അല്ലെ. തൊട്ടടുത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ സേഫ് ആക്കിക്കൊണ്ട് അവർക്ക് കൈ കൊടുക്കാം അല്ലെ. ഒരിക്കലും ഒരു നീന്തൽ അറിയാത്ത ആളെ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയാലോ? മറ്റേ ആള് നമ്മള് അവരെ രക്ഷിക്കാൻ നോക്കിയാല് അവര് നമ്മളെ പിടിച്ചങ്ങ് താഴ്ത്തും അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം നമ്മളെ സേഫ് ആക്കണം, നമ്മുടെ ഇമോഷൻ അവിടെ മെച്യൂരിറ്റി കൊണ്ടുവരണം. നമുക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും വിഷമം പറയുമ്പോൾ അതൊക്കെ നമ്മളിലേക്ക് ഏറ്റെടുക്കാൻ പോകരുത്. അതാണ് അറ്റാച്ച്മെന്റ്. എന്നാല് അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ധൈര്യം ഭരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നതാണ് ഡിറ്റാച്ച്മെന്റ്. ഒരിക്കലും അവരെ ഡിറ്റാച്ച്മെന്റ് ആണ്, ഞാൻ ഡിറ്റാച്ച്ഡ് ആണ്, നീ വെള്ളത്തിൽ വീണല്ലോ ബൈ, ഇതല്ല ഡിറ്റാച്ച്മെന്റ്. ആണോ? നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഡിറ്റാച്ച്മെന്റ് അതാണ് അല്ലേ. അറ്റാച്ച്ഡ് ആണോ, എന്തോ ഒരു സ്നേഹമാണ്, അതല്ല അല്ലേ. അവരനുഭവിക്കുന്ന, അല്ലെങ്കിൽ അവരൊരു കുഴി വീണ അതേ കുഴിയിൽ വീഴുന്നത് ആണ് അറ്റാച്ച്മെന്റ് എങ്കിൽ
ആ കുഴിയിൽ നിന്ന് അവരെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത്, അവരെ രക്ഷപ്പെടുത്തുന്നതാണ് ഡിറ്റാച്ച്മെന്റ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യാൻ വേറൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ ബൗണ്ടറീസ് ഇല്ലേ, നമ്മൾ ഓരോരുത്തരുടെ സ്പേസ് കൊടുക്കുക, അതുപോലെ തന്നെയാണ് സെൽഫിനെ സ്നേഹിക്കുക, സ്വന്തത്തെ സ്നേഹിക്കുക, സെൽഫ് ലവ്. നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് ഈ വൈഫ് എപ്പോഴും ഹസ്ബൻഡിനെ വിളിക്കുന്ന സമയത്ത് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും അല്ലെ, അവർക്ക് അവരുടെ അല്ലെ വേറെ കാര്യങ്ങൾ കെയറിങ്ങിലേക്ക് പോവാം, അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാം അല്ലെ, അങ്ങനെ അവർക്ക് അവരുടെ ശ്രദ്ധ കൊടുക്കാം, അവരുടെ ബോഡി കെയർ, അതുപോലെ തന്നെ മറ്റുള്ള അല്ലെ ഇമോഷണൽ നീഡ്സ്, അവർക്ക് പാട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് പല കഴിവുകളുണ്ട്, ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടാവും, അതിലേക്ക് അവർ പോകുന്ന സമയത്ത് അവർക്ക് പിന്നെ അത്രയും സമയം സ്വസ്ഥമായിട്ടിരിക്കുക അല്ലെ, അവരും സന്തോഷം ഇവർക്കും സന്തോഷം അല്ലെ, ഇവര് ചില കാര്യങ്ങളിലെ ക്രിയേറ്റീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ കൊടുക്കുമ്പോൾ, ഫോക്കസ് ചെയ്യുമ്പോൾ അവർക്ക് ഗ്രോത്ത് ഉണ്ടാവും അല്ലെ, വരുമാന മാർഗം ഉണ്ടാവും അല്ലെ. ഇത് അദ്ദേഹത്തെയും സമ്മതിക്കില്ല, അദ്ദേഹത്തെ വളരാൻ സമ്മതിക്കില്ല അല്ലെ, അദ്ദേഹത്തെ കാലിങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കാൻ വിടുന്ന പോലെ അല്ലെ, അദ്ദേഹത്തിന് മുന്നോട്ട് കാല് വെക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് നമ്മുടെ അറ്റാച്ച്മെന്റ് എങ്കിൽ അവരെ ഫ്രീ ആയിട്ട് വിട്ട് അവരും നമ്മളും ഒരുമിച്ച് ഗ്രോ ചെയ്യുന്നതാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നോൺ അറ്റാച്ച്മെന്റൽ ആക്ടിവിറ്റീസിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് യോഗ, നമ്മളിപ്പോ പറഞ്ഞതുപോലെ പെയിന്റിങ്, നമുക്ക് എന്താണോ ഇഷ്ടമുള്ള ഹോബീസ് അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അറ്റാച്ച്മെന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു അറ്റാച്ച്മെന്റ് എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മറികടക്കാൻ പറ്റും. അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പോഴും നമ്മുടെ ഉള്ളില് ആ ഇംപ്രിന്റ് ആയി കിടക്കുന്ന ആ ഡിറ്റാച്ച്മെന്റ് എന്നുള്ള വാക്കിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള മീനിങ്ങിനെ മാറ്റിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ അറ്റാച്ച്മെന്റിലൂടെ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റൂല. ഓക്കെ, എപ്പോഴും നമ്മൾ മറ്റുള്ളവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുകയില്ല ചെയ്യേണ്ടത്. എല്ലാ അറ്റാച്ച്മെന്റും നമുക്ക് പെയിൻ ആണ് ഉണ്ടാക്കുക. നമുക്ക് എപ്പോഴും അറ്റാച്ച്മെന്റിലൂടെ നിരാശയാണ് കിട്ടുക. ഓവർ എക്സ്പെക്ടേഷൻ ആണല്ലേ, അവരത് തരണം ഇവരിത് തരണം എന്നുള്ളത്. അത് വിട്ടിട്ട് നമുക്ക് അവരെ സ്നേഹിക്കുക, ഡിറ്റാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. സ്നേഹത്തിലൂടെ നമുക്ക് അവരോട് അവരുടെ വളർച്ചയാണ് തളർച്ചയല്ല. ഓക്കെ, അപ്പോ നിങ്ങൾ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ വളർന്ന് കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യും, ഒരുമിച്ച് ഗ്രോ ചെയ്യും. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ ടേൺ ആണ്. അപ്പൊ നിങ്ങളൊക്കെ ഇതുപോലെ ഡിറ്റാച്ച് ചെയ്ത് വളർന്നു വന്നിട്ടുള്ള ഒരുപാട് ആളുകളായിരിക്കാം. ഇനിയും നിങ്ങൾക്ക് ഡിറ്റാച്ച്മെന്റിനെ കുറിച്ച് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു അറ്റാച്ച്മെന്റിന്റെ പെയിൻ അനുഭവിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങളെ കേൾക്കാനും, നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻസ് പറഞ്ഞു തരാനും, അതുപോലെ പ്രാക്ടീസിലൂടെ ഡിറ്റാച്ച്മെന്റ് ശീലിക്കാൻ, നിങ്ങളുടെ ലൈഫിൽ വണ്ടർഫുൾ ആയിട്ടുള്ള മാറ്റങ്ങൾ അനുഭവിച്ചറിയാനും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു EFT ഗുരു LLPയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഏത് രീതിയിലാണോ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ട് വരാൻ സാധിക്കുക എന്നെല്ലാം നമ്മുടെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നിങ്ങൾ ആരാണോ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുള്ളത് അവരെ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വണ്ടർഫുൾ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയുവാനും ജോയിൻ ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ നമ്പർ ആഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം കേട്ടോ. ഉമ്മു കുൽസു മാം സംസാരിച്ചോളൂ.
വീഡിയോയിൽ വരാമോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ്, നല്ല ഉപകാരമുള്ള നല്ലൊരു ക്ലാസ്. താങ്ക് യു പറയുന്നു. താങ്ക് യു സോ മച്ച് മുബിൾസ് മാം. ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, അപ്പോ സ്വർണ മാം. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ് മാം, നല്ല ക്ലാസ് ആയിരുന്നു. എനിക്കും അറ്റാച്ച്മെന്റോട് കണക്ട് ആയിട്ടാണ് ഞാൻ ഈ EFT വന്നത്. ഞാൻ എൻ്റെ മോനെ +2 കഴിഞ്ഞിട്ട് കോയമ്പത്തൂര് പഠിക്കാൻ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് ടെൻഷൻ എല്ലാം കൂടി, പ്രഷർ എല്ലാം ഹൈ ആയി. എന്നെ 2 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. എനിക്ക് എൻ്റെ മോനെ വിട്ടു പോകുന്നതിലുള്ള ആ ഒരു അറ്റാച്ച്മെന്റിന്റെ ഇത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് എനിക്ക് എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള ഇതില് ഞാൻ ഓഫീസിലിരുന്ന് ഇങ്ങനെ റീൽസ് ഒക്കെ ജസ്റ്റ് നോക്കിയപ്പോഴാണ് ഞാൻ സാറിന്റെ ഈ റീൽ കണ്ടത്, EFT കുറിച്ച് കണ്ടത്. അങ്ങനെയാണ് ഞാൻ ഈ EFT ജോയിൻ ആയത്. പിന്നെ അതിലുപരി എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്, എന്റെ ആ മോന് ഫിക്സ് വരുന്ന മോനായിരുന്നു. ഇതുവരെ ഈ ജൂലൈയിലാണ് ഞാൻ ഇതില് ജോയിൻ ചെയ്തത്. അതിനുശേഷം ഇതുവരെ എന്റെ മോന് ഫിക്സ് വന്നിട്ടില്ല. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല മാം. ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു ഓക്കെ, താങ്ക് ഗ്രാറ്റിറ്റ്യൂഡും യു കൂടി സോ എനിക്ക് മച്ച്. ഓക്കെ സ്വർണ മാം, അപ്പൊ അതാണ് നമ്മുടെ ആ ഒരു പെയിൻ ആണ് അല്ലെ, അത് നമ്മുടെ ചിന്തകളില് വാക്കുകളിലൊക്കെ എനർജി ഉണ്ട്. നമ്മൾ എന്താണോ നമ്മളെ മക്കളെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത്, അതവിടെ വർക്ക്ഔട്ട് ആകുന്നുണ്ട് അല്ലേ? അതെ. ചിലപ്പോ അല്ലെ, താങ്ക് യു. നമുക്കറിയാം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിലെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ പോസിറ്റീവായിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതും അവർക്ക് വർക്ക്ഔട്ട് ആകുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ വേർഡ്സും ചിന്തകളും ഒക്കെ എനർജിയാണ്. അപ്പൊ നിങ്ങൾ അവരെ കുറിച്ച് നന്നായിട്ട് നല്ലത് ചിന്തിക്കാൻ, തീർച്ചയായിട്ടും മോന് മാറ്റങ്ങൾ ഉണ്ടാകും. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ മോന് ഫിക്സ് ഒന്നും വന്നിട്ടില്ല എന്ന് അറിയുന്നതിൽ ഒരുപാട് നമ്മുടെ കോഴ്സ് ചെയ്ത പല ആളുകളും പറയാറുണ്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ അതുപോലെ ആ ചിന്തകള് കുട്ടി ഇൻട്രോവേർട്ട് ആയിരുന്നു മാം. ആ കുട്ടി ഇപ്പൊ ഒരുപാട് മാറി. തന്നെത്താനെ അവൻ യാത്ര ചെയ്ത് വരാൻ തുടങ്ങി. വീട്ടിൽ മുറിയിന്ന് പുറത്തിറങ്ങാത്ത മോനായിരുന്നു. അവനൊരു നന്നാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ദൂരെ വിട്ട് പഠിക്കാന്ന് വിചാരിച്ചത്. അവനെ ആകെ മാറി, ടോട്ടലി ചേഞ്ച് ആയി. എല്ലാം എനിക്ക് EFT കിട്ടിയതാണ്. ഞാൻ ഒത്തിരി ടെൻഷൻ ആ മോനെ കുറിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം എനിക്ക് മാറി. താങ്ക് യു EFT, താങ്ക് യു. ഇതൊരു വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് മാം, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എഴുതിയിരിക്കുന്നത്, എന്റെ ബുക്കിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് സ്വർണ സനു ചെറുശ്ശേരി യൂണിവേഴ്സിറ്റി എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം ഇതിൽ ചേരാൻ സാധിച്ചതിൽ. മാമിന്റെ ക്ലാസ്സെല്ലാം സൂപ്പർ, അടിപൊളി. താങ്ക് യു സ്വർണ മാം, താങ്ക് യു. അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ ലൈഫിൽ. ഓക്കെ, ബിജു സർ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ശരിക്കും നമ്മുടെ അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്മെന്റും നമ്മുടെ ചെറുപ്രായത്തിൽ എന്താണോ കിട്ടുന്നത് അത് തന്നെയാണ്. ഇപ്പൊ ഓവറായി കെയറിങ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രേമബന്ധത്തില് പോകുമ്പോഴത്തേനും നമുക്കത് കിട്ടിയില്ല, അത് എന്റെ പുറകെ നടക്കും. ഇനിയും ചെറുപ്രായത്തിൽ സ്നേഹം കിട്ടിയില്ലെങ്കിലും അത് തന്നെ സ്നേഹത്തിന്റെ പുറകെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പുറകെ, ഇതെല്ലാം പിന്നെ ഒരു കാരണം കറക്റ്റായിട്ട് വരും നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെയാണ്. എന്തിപ്പോ ഈ നിമിഷം എന്ത് സംഭവിച്ചാൽ അതിന്റെ ബാക്കി മൂലകാരണം കിടക്കുന്നത് ശരിക്കും ചെറുപ്രായത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ് മാം. അത് അഡ്വാൻസ് പഠിക്കുന്നവർക്ക് അത് മനസ്സിലാവും. ഡീറ്റെയിൽ ആയിട്ട് അത് ആഴത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അത് എവിടെയാണ് കിടക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞു. ഇപ്പൊ നിരന്തരം പ്രശ്നം എനിക്ക് ഇതുപോലെ തേപ്പ് കിട്ടിയൊരു മനുഷ്യൻ, ആ തേപ്പിന്റെ കാര്യം പറഞ്ഞു എന്നെ കുറിച്ച് ഞാൻ ചിന്തിച്ചെന്ന് പറഞ്ഞു. അത് തേപ്പ് കിട്ടിയിട്ട് അപ്പൊ നമ്മൾ ആ സമയത്ത് എനിക്ക് എന്താണ് ഇത് കയറി എങ്ങനെയാണ് ഇത് സിറ്റുവേഷൻ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു സ്റ്റേജ് ആയിരുന്നു. അപ്പം ഇപ്പൊ മനസ്സിലായി എങ്ങനെ ഇതൊക്കെ എന്റെ ചിന്തകളാണ്. കാരണം ഇതല്ല ഞാനെന്നുള്ള ആ ബോധ്യം വരണമെങ്കിൽ ചുമ്മാ അറിവ് വന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ട് ആ തിരിച്ചറിവായിട്ട് വരണം. നമ്മൾക്ക് വിഷമത്തിന് കരകയറണമെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകളും അതുപോലെ നല്ല നല്ല പ്രാക്ടീസും അത്യാവശ്യമാണ്. ഇത് EFT എന്ന് പറയുന്ന പഠിക്കുന്നവർക്കൊക്കെ അത് വ്യക്തമായി പരിശീലിക്കുന്നവർക്കും പഠിച്ചിട്ട് കാര്യമില്ല. പിന്നെ മടക്കിക്കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. പഠിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വരും. അപ്പൊ എല്ലാത്തിനും നമ്മുടെ പ്രിയ ഗുരു റഫീഖ് സാറിനോടും മാമിനോടും രാവിലെ മെഡിറ്റേഷൻ തരാം മാമിനോടും
വൈകുന്നേരം ടാപ്പിംഗ് ചെയ്യുന്ന മാമന്മാരോടും എല്ലാവരോടും നന്ദി പറയുന്നു. എന്റെ മാമ റുബീന മാമൻ, ഷാറി ഹാറോൺ, എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. നിർത്തുന്നു. 1000 നന്ദി. താങ്ക് യു മാം. Okay, thank you so much, Sir. Dilip sir. ഹലോ, ഗുഡ് മോർണിംഗ് മാം. Good morning. നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ല ഉപകാരപ്രദമായ ക്ലാസ് ആയിരുന്നു. ഇപ്പൊ EFT വന്നിട്ട് ഇപ്പം ഇത് മാം ഇത് 3ാമത്തെ ക്ലാസ് വന്നു മാം. അറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെന്റിനെ പറ്റിയുള്ള ക്ലാസ്സിലേക്ക് വരുന്നെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ഓർമ്മയിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ വളരെ ഉപകാരപ്രദമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള മെയിൻ പ്രശ്നം, ഇപ്പോഴത്തെ കപ്പിൾസിന്റെ ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ ആ ടോപ്പിക്കായിരുന്നു ഇത്. കറക്റ്റ് ആയിരുന്നു ഈ ടോപ്പിക്ക് ഈ കൊണ്ടുവന്നത്. അതിൽ വളരെയധികം നന്ദി. റബിക് സാറിനോടും നന്ദി. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എൻ്റെ ദിവ്യ മാമിനോടും നന്ദി. പിന്നെ എല്ലാ PCമാരോടും നന്ദി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, അറ്റാച്ച്മെന്റ് എന്താണ്, ഡിറ്റാച്ച്മെന്റ് എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അത് ഇവിടെ നിന്ന് നല്ല ക്ലിയർ ആയിട്ട് പഠിപ്പിച്ച്, EFTയിൽ നിന്ന് ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തന്നു. അത് പഠിപ്പിച്ചു തന്നപ്പോൾ എനിക്ക് ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് എനിക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം എനിക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു. അതൊരു അറ്റാച്ച്മെന്റ് ആയിരുന്നു. എല്ലാത്തിനും എനിക്ക് വേണം, എനിക്ക് ഞാൻ നേടിയെടുക്കും. ശരിയാണ്, അത് നമ്മൾ ഡിറ്റാച്ച്മെന്റിൽ നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് പോസിബിൾ ആയിട്ട് വരത്തുള്ളൂ എന്നെനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പൊ ഈ അറ്റാച്ച്മെന്റിൽ നിന്ന് മാറി ഇപ്പം ഡിറ്റാച്ച്മെന്റിലേക്ക് വന്നപ്പോൾ നല്ല മാറ്റങ്ങൾ. ഇപ്പൊ ഫോണ് പോലും ഇപ്പൊ ഫ്രീ ആണ്. ഞാൻ ഫ്രീ ആയത് എങ്ങനെയാണോ അതേപോലെ എന്റെ ഫോണും ഫ്രീ ആയി. അനാവശ്യ കോണ്ടാക്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫ്രീ ആയി ഇരിക്കുന്നു. നല്ല കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്നു. അതിൽ വളരെയധികം നന്ദി. റബിക് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ദൈവതുല്യനായ എന്റെ സാറിനോടത്ത് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കോടാനുകോടി നന്ദി. ഇനിയും ഇതേപോലുള്ള നല്ല ക്ലാസ്സുകൾ കൊണ്ടുവരണം മാം. അതിൽ വളരെയധികം നന്ദി. എല്ലാവരോടും ഹൃദയത്തിന് അടിത്തട്ടിൽ നന്ദി പറയുന്നു. താങ്ക് യു മാം. താങ്ക് യു മാമിന് അതിലേറെ Thank you നന്ദി. so much. Thank you so much, Dilip sir. ഓക്കെ. Premi ma'am. ഹലോ മാം, കാണുന്നുണ്ടോ മാം? യോഗ ചെയ്യുന്ന കാണാം. പിന്നെ മാം, ഞാൻ ഈ അറ്റാച്ച്മെന്റ് കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് എന്റെ കൊച്ചുമക്കൾ എന്ന് പറഞ്ഞാൽ പ്രാണനാ മാം. അവർക്കൊരു ഇറുമ്പ് കടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഒരു കുഞ്ഞിയായിപ്പോ അവൾ മക്കള്. അപ്പൊ ഒരു ദിവസം ഞാൻ എന്റെ മോളെ മൂത്ത കുട്ടിക്ക് ഒരു 3 വയസ്സ് 2 വയസ്സൊക്കെ ഉള്ളപ്പോ മോളെ ഞാൻ വിളിച്ചു നോക്കുമ്പോ ഭയങ്കര പനിയാ മമ്മി മോനെ എന്ന് പറഞ്ഞു. എനക്കാണെങ്കിൽ അത് കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അപ്പം തന്നെ എന്റെ വീട്ടിൽ നിന്ന് ഉച്ചക്ക് ഒരു 3 മണിക്ക് അവിടെ പോയി മോനെ ഞാൻ നോക്കുമ്പോ മാം കണ്ണുകൂടി തുറക്കാൻ പറ്റൂല. ഭയങ്കര ക്ഷീണം പിടിച്ച പോലെ ഇങ്ങനെ കിടക്കുക. ചുണ്ടെല്ലാം ഡ്രൈ ആയി ഭയങ്കര തൊട്ടുവിടാത്ത തീ പോലെ. അപ്പൊ ഞാൻ അങ്ങനെ മോനെ പൊത്തി ഇങ്ങനെ കെട്ടി പിടിച്ചിട്ട് ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, ദൈവമേ എന്റെ ഈ മോനെ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ, പനിയായിട്ട്. ഈ പനി എനക്ക് തന്നേക്ക് ഭഗവാനെ, എന്നിട്ട് മോനെ സുഖാക്കി കൊടുത്തേക്ക് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാം. അവിടുന്ന് മോനെ കെട്ടി നെഞ്ചോട് പിടിച്ചിട്ട് പൊള്ളുന്ന പനിയാ. അപ്പം അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എന്റെ വീട്ടിലേക്ക് പോന്ന് മോളോടെല്ലാം കാര്യം പറഞ്ഞ് വന്ന് വീട്ടിലെത്തി നോക്കുമ്പോ വൈകുന്നേരം എനിക്ക് ഭയങ്കര പനി. അതുവരെ ഒരു കുഴപ്പമില്ലാത്ത എനിക്ക് ഭയങ്കര പനി. അപ്പൊ ഞാൻ മോളെ വിളിച്ചു ചോദിച്ചു, മോനെ എങ്ങനെയുണ്ട്, ഇപ്പൊ സുഖമുണ്ടോന്ന്. ആ മോന്റെ പനി നല്ല ഭേദമുണ്ട് മമ്മി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മാം എനിക്ക് ആ മോനെ വിചാരിച്ചിട്ട് എനിക്ക് സമാധാനായി. അവന് പിന്നെ പിറ്റേന്നുകൊണ്ട് തന്നെ വേഗം സുഖമായി മാം. സൂപ്പർ ക്ലാസ് മാം. മാമിന്റെ അറ്റാച്ച്മെന്റ് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഇത് വന്നതാ എനിക്ക്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച് മാം. ഓ Thank താങ്ക് you. യു. വളരെ സന്തോഷം. ഓക്കെ, നിങ്ങള് ഷെയർ ചെയ്തതില്. അപ്പൊ ഇതാണല്ലേ നമുക്ക് മറ്റുള്ളവർക്കും കൂടെ എല്ലാവർക്കും ഫീൽ ചെയ്യാനുള്ള ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അല്ലെ. ഇതുപോലെ തന്നെയാണ് നമ്മളും. ഞാനൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. മക്കളുടെ കാര്യത്തിൽ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലെ. കുറെ ആളുകൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ പുഷ്പലത മാമിന് ഒരു ചാൻസ് കൊടുക്കാം. ഹായ് മാം, ഇന്ന് ഞാനല്ല ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നി സാറിനെ കണ്ടത് കൊണ്ടാണ്. മാം പറഞ്ഞു ഒത്തിരി അറിയാം സാറിനെ കുറിച്ച്. ഓക്കെ, പറയൂ. എനിക്ക് വളരെ വളരെ ഇഷ്ടമായി ക്ലാസ്. ഇതേപോലത്തെ ക്ലാസ്സുകൾ, നല്ല ക്ലാസ്സുകൾ. ഞാൻ ആദ്യമായിട്ടായി ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്, ഭാര്യയുടെ നിർബന്ധം കൊണ്ട്. പക്ഷെ ക്ലാസ്സിൽ ഇരുന്നപ്പോഴാണ്
നല്ല ക്ലാസ്സാണ് മനസ്സിലായത്. ഇതുപോലത്തെ ക്ലാസ്സുകളും സബ്ജക്റ്റുകളും ഇനിയും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. വേറെ ഒന്നും പറയാനില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമായി സബ്ജക്റ്റിലത്തെ ഓരോ സെന്റൻസും മനുഷ്യൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഭാര്യയും ഭർത്താവാണ് ഏറ്റവും പ്രധാനം, മക്കളും പേരൻസും അല്ല. ഇന്ന് കൂടുതൽ ഒരു വീട്ടിൽ അനുഭവിക്കുന്നത് ഭാര്യയും ഭർത്താവുമാണ്. ഭർത്താവിന്റെ എവിടേക്കാ പോകണമെന്ന് ഭാര്യ വാച്ച് ചെയ്യലും ഭാര്യ എവിടേക്കാ പോകണമെന്നുള്ളത് ഭർത്താവ് വാച്ച് ചെയ്യലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് നടക്കുന്നത്. അതിലാണ് പല പ്രശ്നങ്ങളും രൂപീകരിക്കുന്നത്. അത് മേഡം പറഞ്ഞ അറ്റാച്ച്മെന്റ് പറയുന്നതാണ് ആ സംഭവം. അത് എനിക്ക് കേട്ടപ്പോണ്ടല്ലോ കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലായി. അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി ഉറക്കം വന്നു, കാരണം ഞാൻ 8-8:30 എണിക്കാറുള്ളൂ. ഇന്ന് ഭാര്യയുടെ നിർബന്ധം കൊണ്ട് കുറച്ച് നേരത്തെ എണിച്ചു. അതുപോലെ ഇത്തിരി സോറി, ഇത്തിരി ഉറക്കം വന്നു, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു. ക്ഷമിക്കണം. സാറിന്റെ പേരെന്തായിരുന്നു? അവൻ പറഞ്ഞു പേരെന്തായിരുന്നു സാർ? എന്റെ പേര് വിജയകുമാരൻ. ഓക്കെ. താങ്ക് യു സോ മച്ച് സർ. ഒരുപാട് സന്തോഷം നിങ്ങളെ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നതിൽ. ഓക്കെ, പുഷ്പ മാം പറഞ്ഞു ഒത്തിരി അറിയാം നിങ്ങൾ. മേഡത്തിന് ഞാനാ നന്ദി പറയേണ്ടത്, മേഡം അല്ല എനിക്ക് പറയേണ്ടത്. കാരണം മേഡം അങ്ങനെ ഒരു ക്ലാസ് വന്നതിന് ഞാൻ മേഡത്തിനാ നന്ദി പറയേണ്ടത്, അല്ലാതെ മേഡം അല്ല എനിക്ക് നന്ദി പറയേണ്ടത്. ഓക്കെ, ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു പുഷ്പ മാം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ആൻസി പറയൂ. ആൻസി മാം. മോർണിംഗ് മാം, ഹാപ്പി മോർണിംഗ്. പിന്നെ അറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെന്റിന്റെ ക്ലാസ് പറഞ്ഞപ്പോ ഞാന് പിന്നെ എന്റെ ദാമ്പത്യ ജീവിതത്തില് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹസ്ബൻഡ് ഉള്ള സമയത്തായാലും ഞാൻ മൈൻഡ് സ്ട്രോങ് ആയിരുന്നു. കാരണം ആ എന്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നു. കാരണം ഞാൻ തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും നടത്തണം എന്നുള്ളത് എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടത് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ പിന്നെ ഞാൻ എന്റെ മക്കളെ കാര്യത്തിലായാലും, കാരണം ഹസ്ബൻഡ് ഒരു സൈലന്റ് പ്രകൃതമാണ്. പിന്നെ 5 വർഷത്തിന്റെ ശേഷം ഹസ്ബൻഡ് മരണപ്പെട്ടു. അപ്പൊ ആ ഒരു 20-20ാമത്തെ വയസ്സിലാണ് എന്റെ കല്യാണം കഴിയണത്. ആ സമയത്ത് തന്നെ ഞാൻ ഒരാളെ അറ്റാച്ച്മെന്റ് ഡിപ്പെൻഡ് ചെയ്യാതെ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങൾക്കും മക്കളെ കാര്യത്തിലായാലും ഹസ്ബൻഡിന്റെ കാര്യങ്ങളും കൂടെ ഞാനാണ് ചെയ്തത്. കാരണം ഹസ്ബൻഡ് ഒരു സൈലന്റ്, രാവിലെ ജോലിക്ക് പോവുക, രാത്രി വീട്ടിലേക്ക് വരിക, രാവിലെ ജോലിക്ക് പോവുക, രാത്രി വീട്ടിലേക്ക് വരിക. അപ്പൊ ഞാന് കൂടുതൽ അവരിൽ നിന്ന് എനിക്ക് പ്രതീക്ഷ കിട്ടാതായപ്പോ ഞാൻ തന്നെ സ്വന്തം എല്ലാ കാര്യത്തിനും ഇറങ്ങി തിരിച്ചത് കൊണ്ട് ഹസ്ബൻഡിന്റെ മരണശേഷം ഞാൻ ഒന്നും കൂടെ മൈൻഡ് സ്ട്രോങ് ആക്കാനാണ് എനിക്ക് പറ്റിയത്. കാരണം ഒരാളെങ്ങനെ അള്ളിപ്പിടിച്ച് ഉള്ള ജീവിതമാണ്. കൂടുതൽ ഒരാളായിട്ട് അറ്റാച്ച്മെന്റ് ആയിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഇതില് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റൂലായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അതിന്റെ ശേഷം ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പൊ 5 വർഷമായി. പിന്നെ അതിന്റെ ശേഷം EFT കയറിയതിന്റെ ശേഷം ഒന്നും കൂടെ മൈൻഡ് സ്ട്രോങ് ആക്കാൻ പറ്റി. ഇതിന് ഞാൻ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണം. ഇപ്പൊ മക്കൾക്ക് 2 ആൺകുട്ടികളാണ്. അപ്പൊ അവര് ഉപ്പാന്റെ കെയറിങ്ങും കൊടുക്കണം, ഉമ്മാന്റെ കെയറിങ്ങും ഞാൻ തന്നെ കൊടുക്കണം. അപ്പൊ ഒന്നും കൂടെ ബോൾഡ് ആവണം എന്നുള്ള ഒരു മൈൻഡ് എനിക്ക് വന്നു. അപ്പൊ എല്ലാ കാര്യത്തിലും ഞാൻ ഓക്കെയാണ്. EFT വന്നതിന് ശേഷം കൂടുതൽ ബെറ്റർ ആയി. അപ്പൊ നല്ല നല്ല ക്ലാസ്സുകൾ തരുന്ന മാമുമാർക്കും അതുമായി എന്റെ ഗുരു ബഷീർ സാറിനും ഈ കമ്മ്യൂണിറ്റിയുള്ള എല്ലാവർക്കും എന്റെ എന്റെ അടിത്തട്ടിൽ നിന്ന് പറയുകയാണ്. താങ്ക് യു സോ മച്ച്. സോ മച്ച്. ഒരുപാട് സന്തോഷം കേട്ടോ ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുമ്പോഴേ. ഞാൻ ഇങ്ങനെ ഒരുപാട് കേൾക്കുമായിരുന്നു. നമ്മുടെ ജോഷ് ടോക്ക് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാണ്ട്. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ആൻസിയൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ആളുകൾക്ക് കൂടുതൽ കരുത്താർജിക്കാനും പിന്നെ ലൈഫിൽ മുന്നോട്ട് പോവാനും ഒക്കെ ഉള്ള ഒരു എനർജി തരുന്നുണ്ട്. ഓക്കെ, സക്കീന മാം സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാനും ഇതില് അറ്റാച്ച്മെന്റ്, എന്റെ ഫ്രണ്ടിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ ഫ്രണ്ട് ഇടക്കിടക്ക് തന്നെ ബ്ലോക്ക് ചെയ്യലും ഇതാക്കലും, അത് വിചാരിച്ചിട്ട് ഞാൻ ഇതിലേക്ക് കയറിയത്. കുറച്ച് ദിവസം നല്ല സ്നേഹം ഉണ്ടാവും, കുറച്ച് ദിവസം ബ്ലോക്ക് ആക്കും, കുറച്ച് ദിവസം മുണ്ടൂല. അങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് ഞാൻ വന്നത്.
ഇപ്പൊ ഫ്രണ്ടിന് 3-4 നമ്പർ ഉണ്ട്, എല്ലാം ഇപ്പൊ ഒഴിവാക്കി ഒറ്റൊരു നമ്പർ ഇല്ല. ഇപ്പൊ ഇടക്കിടക്ക് മെസ്സേജ് അയക്കും. എന്നാലും മാഷാള്ള കുറച്ചെല്ലാം മാറ്റമുണ്ട്, ഫുള്ളായിട്ട് മാറിയിട്ടില്ല. ഓവറായിട്ട് ഭയങ്കര ചിന്തയുണ്ട്. ഈ 2 വർഷമായി ഞാൻ അതിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഫ്രണ്ട് ഒരിക്കൽ നല്ലത് തന്നെ ആയിരിക്കും, പിന്നെ ഒന്നും സക്കീന മാം ഒരു വേണ്ടെന്ന്. കാര്യം ചോദിച്ചോട്ടെ? സക്കീന ആ മാം നമ്മുടെ കോഴ്സ് ചെയ്തതാണോ? കോഴ്സ് ചെയ്തതാണ് 2 കൊല്ലായി. 30-ാം ബാച്ച് 30-ാം ഏത് ബാച്ചാണ്. ബാച്ചായിരുന്നു നിങ്ങള്? ഏത് ബാച്ചായിരുന്നു? 30-ാം ബാച്ചാണ്. 30-ാം ബാച്ചുമ്പോ 30 2 അപ്പൊ ഓക്കെ, കൊല്ലമായിട്ടുണ്ട്. നമ്മൾ ഒരു പറഞ്ഞു കൊല്ലം. നമ്മുടെ മക്കളെ കുറിച്ച്, മക്കളില് അറ്റാച്ച്ഡ് ആകുന്ന, ഹസ്ബൻഡിൽ അറ്റാച്ച്ഡ് ആകുന്ന, അല്ലെങ്കിൽ ചില ആ കാര്യങ്ങളിൽ അല്ലെ അറ്റാച്ച്ഡ് ആകുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അവരിലേക്ക് അവര് വരും പറയുന്ന കാര്യങ്ങളിൽ ഡൗൺ ആയി പോകും. നമ്മൾ അതിന്റെ സൊല്യൂഷൻ പറഞ്ഞു അല്ലെ, നമ്മൾ എങ്ങനെയാണ് ആ എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മളുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക, നമ്മളുടെ ഗ്രോത്തിലേക്ക് നോക്കുക അല്ലേ. ആ അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. ഇനിയും എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്? എനിക്ക് തോന്നുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് ഇതേ മാറ്റർ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അതന്നെ പൂർണ്ണമായിട്ട് മാറണം. ഒന്ന് വിഷയമില്ല, അതിനെക്കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു നമ്മള് വിഷ്വൽ ചെയ്യുക എന്നതിനേക്കാൾ ഉപരി, ഞാൻ വിഷ്വൽ ചെയ്യുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ അതിൽ നിന്നും പുറത്ത് കിടക്കണം എന്നുള്ള ആദ്യം ആ ഒരു ഇത് വരേണ്ടത് നമുക്ക് തന്നെയാണ് സക്കീന മാം അതന്നെ, അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്റെ അതിൽ നിന്നും ജീവിതം പരിപൂർണമായ നഷ്ടപ്പെട്ടു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ എന്താണോ പറഞ്ഞു തന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള നിങ്ങളുടെ ഹോബീസിലേക്ക്, നിങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക് നിങ്ങൾ ആ ഫോക്കസ് തിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ അല്ലേ. ടൈം നമുക്ക് യൂസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, അതിലേക്ക് ഫോക്കസ് ചെയ്യൂ കേട്ടോ. എനിവേ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് അറിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. സുഫൈറ മാം സംസാരിച്ചോളൂ. വീഡിയോയിൽ വരാമോ? അൺമ്യൂട്ട് ചെയ്യൂ. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എന്നല്ല, എല്ലാ ദിവസത്തെ ക്ലാസ്സും മുഴുവൻ എൻ്റെ സ്വന്തത്തിനോടുള്ള ഓരോരോ ക്ലാസ്സുകളാണ് ഇവിടെ നടക്കുന്നത്. അതിന് പ്രത്യേകമായിട്ടൊരു താങ്ക്സ്. അൽഹംദുലില്ലാ. പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങളെ ക്ലാസ് കേട്ടപ്പോൾ എനിക്കൊരു മോനും ഒരു മോളുമാണ്. എൻ്റെ മോനെ ഈ 6-ാം ക്ലാസ് പഠിക്കണമെന്ന് ദാറുൽ ഹുദ ഉണ്ടല്ലോ, ഈ ദാറുൽ ഹുദന്റെ കീഴിൽ സ്ഥാപനം നടക്കുന്നുണ്ട്. എവിടെയാണ് വെച്ചാൽ കൊയിലാണ്ടി. അപ്പം ഞാൻ അവിടെ കൊണ്ടേയാക്കി അന്നോലപ്പം അവിടെ നാട്ടിലില്ല കേട്ടോ. അപ്പൊ കൊണ്ടേയാക്കിയാണ്ട് ഞാൻ തന്നെ മുന്നിക്ക് എടുത്തുകാണ്ടാണ് കൊണ്ടേയാക്കിയത്. കാരണം ഓന് എല്ലാം പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ്. പറഞ്ഞിട്ടല്ലോ, ഓന് കളിയോട് കളിക്കാരം. അപ്പം ഞാൻ വിചാരിച്ച് ഇവനൊന്ന് കൊണ്ടേയാക്കി അത് ശരിയാവും എന്ന് വിചാരിച്ച് കണ്ട് ഞാൻ കൊണ്ടേയാക്കി. അപ്പൊ കൊണ്ടേയാക്കി നോക്കുമ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റണില്ല. എനിക്ക് കരച്ചിലേക്കാരം. ഞാൻ വാതിലടച്ചിട്ടിരുന്ന് കാര്യം. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഈ കുട്ടി അവിടെ നിൽക്കണില്ല എന്ന് പറഞ്ഞോ, നിങ്ങോട്ട് വന്നിട്ടിയാൽ മതി ഇനിന്ന് തോന്നി എനിക്ക്. അപ്പോൾ 1.5 കൊല്ലം നിന്നപ്പം കുട്ടി പറഞ്ഞു ഞാൻ നിൽക്കണില്ല. അപ്പം എനിക്ക് ഉള്ളിൽ സന്തോഷമുണ്ട്, ഇത് എൻ്റെ അടുത്തേക്ക് വരികയാണല്ലോ, എന്നാലും വരണ്ടാന്ന് അങ്ങനെയും തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ ആയി. പിന്നെ ഓന് പഠിച്ച് ഡിഗ്രി കഴിഞ്ഞപ്പം ഇവിടെ പുറത്താണ്. എന്നാലും ഉമ്മച്ചി ഞാൻ ലൈസൻസ് എടുക്കട്ടെ. വേണ്ട. അപ്പം എനിക്ക് പേടി, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഇങ്ങനെ പേടിച്ച് എന്തൊരു പേടി, എന്തൊരു ബേജാറാണെന്നോ. ഇപ്പം അതേപോലെ എൻ്റെ കൊച്ചുമോളാണ് റസാന. ഓളെ കാര്യത്തിൽ പറയാൻ പറ്റാത്തൊരു എന്താണ് എനിക്കറിയില്ല. ഓളെ കാര്യം വിചാരിച്ചുമ്പോത്തിന് എനിക്ക് ഇപ്പൊ ഓൻ്റെതല്ല, ഇപ്പൊ ഇവളതാണ്. ഇങ്ങോട്ട് വിചാരിച്ചുമ്പോത്തിന് എനിക്ക് എന്തൊക്കെ ഒരു വെപ്രാളം പോലെയാണ്. കാരണം അത്രക്കും ഒരു അറ്റാച്ച ഞാൻ ഓളായിട്ട്. ഓളെ ഇമ്മ അല്ല ഓക്ക് ഞാനായിട്ടാണ്. ഞാൻ ഇവിടെ നിൽക്കണ കുട്ടിയാണ്. അപ്പം അധികം ഒരു ആദ്യമാണ് ഓളെ പേരിൽ എനിക്ക്. എന്നാലും ഞാൻ EFT ഇപ്പൊ ഈ 19-ാം ബാച്ചിൽ വന്നതാണ്. ഓൾ EFT ചെയ്ത് ഓളെ കൂടെ ഞാനും ക്ലാസ്സൊക്കെ കേട്ട് ഞാനും പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓളെ മാം മുംതാസ് മാം ഇനി അതേപോലെ ഞാനും മുംതാസ് മാം തന്നെ ആകണം എന്നെ മനസ്സ് ആഗ്രഹിച്ച ഒരു കാര്യം പോലെ അതായി.
പിന്നെ വളരെ ഉഷാറാട്ടോ. ഒന്നും കൂടി ഞാൻ പറയാണ്, ഒരു എന്താണോ അത്രക്കും ഉഷാറാണ് മുംതാസ് മാമിന്റെ നമ്മളോടുള്ള ആ സമീപനം. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ എന്താണോ ഞാൻ പ്രാക്ടീസൊക്കെ ആദ്യമേ ചെയ്യുന്ന എനിക്ക് നിങ്ങളോടൊന്ന് ചോദിക്കാളെ, ഞാൻ മുംതാസ് മാമിനോട് തന്നെ പറയുന്ന കാര്യമാണ്. അവനോട് ഓളിന്റെ റിലേഷനിലുള്ള ആൾ അവളിനോട് പറയും, നിങ്ങൾ ബേജാറാണ്ട മൂത്തമ്മ, ശരിയായിക്കോളും എന്നിങ്ങനെ പറയും. നമുക്ക് സിറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പേടിച്ചണ്ടെന്നൊക്കെ പറയും, നമുക്ക് ശരിയാക്കാറ്. അപ്പൊ ഈ ഇന്നലെ ആയാലും മിഞ്ഞാന്നായാലും സാറിങ്ങനെ പ്രാക്ടീസൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഒന്നും കൊണ്ട് വരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു പൊറുതിയേട് ഒരു വിഷമം. എന്താ ഇപ്പൊ കാട്ടുക? എല്ലാരും ഇങ്ങനെ ഇതിലിങ്ങനെ കമന്റ് പറയണ്, അത് വന്ന് ഇത് വന്ന് ചൊറിച്ചില് വന്ന് വേദന വന്ന് അങ്ങനെ വന്ന് ഇങ്ങനെ പറയുമ്പോ ഞമ്മക്കൊരു പഠിച്ചോനെ, ഞാൻ ഈ കുട്ടീന്റെ ഒപ്പം ഞാൻ കൂടിക്കണ്. ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് എന്തുകൊണ്ടാ ഞാൻ ഈ മൈൻഡ് ചേർന്നത്, എനിക്ക് ഇത് നമ്മളിങ്ങനെ മൂവിയൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. ആ ഒരു കാര്യം കൊണ്ട്, അല്ലാത്ത മുഴുവൻ എനിക്കറിയാം. ഇതില് നടക്കുന്ന കാര്യങ്ങളും ഒക്കെ എനിക്ക് ഞാൻ പഠിച്ചു കഴിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു ഇതും കൂടി എനിക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ബി ഇൻ ദി ഫ്ലോ എന്ന് സാർ എപ്പോഴും പറയാറുണ്ട് അല്ലേ? അതിന് നിങ്ങളില് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളില് അതിന്റെ ക്ലിയറിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണോ പെയിന് വരുന്നത് അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ബാക്കിയൊക്കെ വിട്ട് കളയുക. കിട്ടണില്ലല്ലോ എന്നുള്ള നിരാശ വേണ്ട, അത് നമുക്ക് കൂടുതലും പ്രശ്നമാണ് ഉണ്ടാക്കുക. പിന്നെ റോസാനയുടെ മോളുടെ കാര്യം പറഞ്ഞത്, മോളെ നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യുക. അവള് പറക്കാനുള്ള കുട്ടിയാണ്. അത്രയും അനുഗ്രഹീതയായിട്ടുള്ള കുട്ടിയായതുകൊണ്ടാണ് അവൾ ആ കുഞ്ഞു പ്രായത്തിൽ ഇവിടെ എത്തിയിട്ടുള്ളത് അല്ലെ? അവൾ ആ ഡിറ്റാച്ച്മെന്റിന് നിങ്ങൾ അവിടെ നിങ്ങൾ ആ ഡിറ്റാച്ച്മെന്റ് ചെയ്യുക. മോള് ഒരുപാട് ഉയരങ്ങളിൽ എത്താനുള്ള കുട്ടിയാണ് അല്ലെ? അതാണ് ഞാന് അന്ന് മാൻമാസ്റ്ററി കേറാൻ നിൽക്കുമ്പോഴാണ് ഇവക്ക് ഇങ്ങനെ ഓരോരോ കുട്ടിയല്ലേ ഓരോരോ ഉണ്ടായപ്പം പിന്നെ ഞാൻ മുംതാസ് മാമിനോട് പറഞ്ഞു, ഇങ്ങനൊക്കെ ഉണ്ട്, ഞങ്ങളോളെ ബേബി ഇങ്ങനൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ട്, എന്താ കാട്ടെന്ന് വെച്ചപ്പോൾ ഓള് പറഞ്ഞു, ഞാനത് വരുന്നുണ്ട് മൂത്തമ്മ, ഞാൻ ഓളായിട്ടും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഓള് സിറ്റിങ് കൊടുത്ത്. അപ്പം അങ്ങനെയാണ് ഓള് പറഞ്ഞത്, ഓള് ഇതിൽ കയറിക്കോട്ടെ, ഇങ്ങളല്ല ഓളെന്നെ കയറട്ടെ എന്ന് പറഞ്ഞ ഓളെ കയറ്റിയതാണ്. അപ്പം മാഷാ അല്ലാഹ് മാറ്റങ്ങൾ എത്രയോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഓള് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയല്ലേ ഓർത്തൊക്കെ. ഇപ്പൊ ജോയിൻ ചെയ്തിട്ടല്ലോ, ഈ ഒരു റീസെന്റ് ബാച്ച് ആണല്ലോ. അപ്പൊ അതിന് ടൈം എടുക്കും. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വേഗത്തിൽ നടക്കും, ചിലത് ടൈം എടുക്കും അല്ലെ? നമ്മൾ ആ ഒരു ഡൗട്ട് വെച്ചിട്ട് ക്രിറ്റിസൈസ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നതിന് പകരം നമുക്കറിയാലോ എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ PCS അത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഇത് നിങ്ങൾക്ക് തരുന്നുണ്ട്, ഗൈഡൻസ് തരുന്നുണ്ട്. അതിലൂടെ പോവുക, അവരെ ട്രസ്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് സുഫൈറമ്മ, ഒരുപാട് സന്തോഷം. ഓക്കെ, നമ്മുടെ ഉസാമ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഐഷമേമ അല്ല, ഐഷത്തെ പറയൂ, അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റണില്ല. ഞാൻ ഓപ്ഷൻ തരുന്നുണ്ടല്ലോ, ഓപ്ഷൻ തരുന്നുണ്ട്, ട്രൈ ചെയ്തോണ്ടിരിക്കും കേട്ടോ. റംല മാം പറയൂ. ഐഷ മാം ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കൂ. സംസാരിച്ചോളൂ റംല. ഗുഡ് മോർണിംഗ് മാം. ഞാനും ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളായിരുന്നു. അതായത് ഞാൻ വീട്ടിൽ ഒരു മോളായതുകൊണ്ട് പേരൻസ് എന്നോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് അതേ അറ്റാച്ച്മെന്റ് ആയി. പിന്നെ ഹസ്ബൻഡ് എന്തെങ്കിലും ചെറിയതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമം, കരയുക, അങ്ങനെ എല്ലാം പ്രശ്നമായിരുന്നു. പക്ഷെ EFTയിലേക്ക് വന്നതിന്റെ ശേഷം അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ ഇല്ല. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വിഷയം തന്നെ ഇല്ല, ഞാൻ അതിനെടുക്കലേ ഇല്ല. അതെനിക്ക് എന്താ പറയാ, എനിക്കൊരു പ്രശ്നമായിട്ട് ബാധിക്കുന്നില്ല അത്. പിന്നെ ഇപ്പൊ വന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് എന്നെ ഇങ്ങോട്ട് വിളിക്കും, നീ എന്താക്കുന്ന കരയുന്നാന്ന്. അപ്പൊ ഞാൻ പറയും ഞാനോ ചിരിക്കും. അപ്പൊ ഹസ്ബൻഡ് പറയും മാറിപ്പോയി EFTയിലെ വന്നതിന് ശേഷം. ആ ആള് മാറി, ആള് പോയി, ഇപ്പൊ പുതിയൊരാളാണ്. ഇപ്പൊ അങ്ങനത്തെ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ വറീഡ് ആയിട്ട് ഞാൻ ഇതാക്കലില്ല, എനിക്ക് അങ്ങനെ ആവതും ഇല്ല. കൺഗ്രാറ്റുലേഷൻസ് റംല, ഒരുപാട് സന്തോഷം. താങ്ക് യു മാം.
ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എനിക്ക് കിട്ടിയില്ല, ഇത് മോന്റെ മൊബൈലാണ്, ഹുസാമന്റെ. അതുകൊണ്ട് പിന്നെ മാമിന്റെ ക്ലാസ് ഇന്ന് സൂപ്പർ ആയിരുന്നു കേട്ടോ. എനിക്ക് എന്റെ മക്കളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി എത്രത്തോളം കൊടുക്കണമെന്ന്. അതിനനുസരിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ കൂടുതൽ അവരോട് ഇതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം അവസാനം നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് നിമിഷവും ഒരേ മാതിരി താഴേക്കും അല്ല മേലേക്കും അല്ലാതെ ആ പാകത്തിന് അല്ലെ, നമുക്ക് ഒരു ഇതുണ്ടല്ലോ ബാലൻസ്, അതേമാതിരി ശരിക്കും അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ മക്കളോട് ഭയങ്കര ഒരു ഇതായിരിക്കും, ആദ്യമായിരിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക. പറ്റ വേക്കോട്ടും പോവണ്ട, പറ്റ ഫ്രണ്ടിലേക്കും പോകാതെ മക്കളെ ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് പാകത്തിന് വിടുക എന്നുള്ളതാണ്. എന്റെ മോനെ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഹിഫ്ലിന് വിട്ടിരുന്നു 4ാം ക്ലാസ്സിൽ നിന്ന്. അപ്പൊ എനിക്ക് എന്റെ തൊണ്ടയൊക്കെ എന്താന്ന് എനിക്ക് അറിയില്ല. എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ്, എന്നോട് പറഞ്ഞ് അവനെ വിടുന്നുണ്ട്, നീ അതിനൊന്നും എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു സമ്മതിക്കൂല, ഇത്ര ചെറുതല്ലേ. അപ്പം അങ്ങനെ അപ്പൊ ഇവന് പോകുമ്പോഴൊക്കെ എനിക്ക് മനസ്സിന് ഭയങ്കര ടെൻഷൻ വരികയായിരുന്നു. ഇപ്പൊ EFT അന്ന് ചേർന്നെങ്കിൽ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ലൊരു കാര്യത്തിന് വേണ്ടി വിടുന്ന കാര്യമല്ല എല്ലാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ കരുത്തോടു കൂടി പിടിച്ചു നിർത്താനും ഇന്നത്തെ ഈ ദിവസം ഹാപ്പിയായി പോവാനും പഠിച്ച റബ്ബിനോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്നും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു മാം. അഫ്സീനവന്റെ ക്ലാസ് ഒക്കെ മെഡിറ്റേഷൻ സൂപ്പർ ആയിരുന്നു. ഇതിങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. റഫീഖ് സാറിന് കൊടാനുകൂടി നന്ദി. എല്ലാവരെയും നന്നാക്കുന്നുണ്ടല്ലോ സാറ്, അത് തന്നെ മതി സാറിന്. അതുപോലെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ PCMR ഗുരുക്കൾക്കും എന്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. താങ്ക് യു മാം. എല്ലാവരും EFT വന്നവരൊക്കെ സൂപ്പർ ആവട്ടെ, നല്ല ഒരു മനസ്സാവട്ടെ, നല്ല സ്നേഹമുള്ളവരാവട്ടെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഐഷ മാം. ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ സാധിച്ചതിൽ. ഓക്കെ, നമുക്ക് ഒരാളും കൂടെ ഉണ്ട്, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അസീന മാം. അസീന മാം പോയോ? ഓക്കെ, അപ്പോ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. നമുക്ക് നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും തരത്തില് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന, അതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് എങ്കിൽ നമ്മുടെ കോഴ്സ് ചെയ്യാത്ത ആളുകളോട് ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ആരാണോ കണക്ട് ചെയ്തത്, അല്ലെങ്കിൽ ആരാണോ ലിങ്ക് ഇട്ടുന്നത്, അവരെ നിങ്ങൾ കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, EFT ഗുരു LLPയുടെ എല്ലാ റെക്കോർഡ്സും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. നല്ല നല്ല ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.